റെക്കോർഡ് സ്റ്റാർട്ട്. എല്ലാവർക്കും നമസ്കാരം. ഓഡിബിൾ ആണല്ലോ അല്ലെ? ഹലോ. സുഷ. ഓക്കെ. എല്ലാവർക്കും പ്രചോദനയുടെ 50ാമത്തെ ബുക്കിന്റെ ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഒരു സൈലന്റ് പ്രെയറോടുകൂടി നമുക്ക് ആരംഭിക്കാം. സർവേശ്വരനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മൾ 1ാമത്തെ ബുക്കിൽ നിന്ന് ആരംഭിച്ച് 50ാമത്തെ ബുക്കിൽ എത്തി നിൽക്കുമ്പോൾ ദാറ്റ് ഇസ് എ മൈൽ സ്റ്റോൺ. തീർച്ചയായിട്ടും ഈ ഒരു 50ാമത്തെ ബുക്ക് എന്ത് ചൂസ് ചെയ്യണം എന്ന് ഞങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുമ്പോഴാണ് ഡോക്ടർ ബിന്ദു ഇന്റർനെറ്റും മാനസിക ആരോഗ്യവും എന്ന ബുക്ക് നമ്മളിലേക്ക് എത്തിക്കുന്നത്, ഇങ്ങനെ ഒരു ഓഥറിനെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഡോക്ടർ സന്ദേശിന് ഈ ഒരു പ്രചോദനയുടെ ഈ ഒരു അറിവിന്റെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ ഡോക്ടർ ബിന്ദുവിന്റെ ഒരു സ്പെഷ്യൽ മെൻഷൻ പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം വളരെ പവർഫുൾ ആയിട്ട് തന്നെ ആദ്യത്തെ ഭാഗം ആരംഭിച്ചിട്ടുണ്ട്. ഇനി പ്രചോദന ബുക്ക് ക്ലബിലെ ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ് നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത് നമ്മൾ നിലനിർത്തി മുന്നോട്ട് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 49ാമത്തെ ബുക്കിൽ പറഞ്ഞു ഒരു ഗുഡ് ബുക്കിന്റെ ഡെഫിനിഷൻ. നമ്മൾ എന്തുകൊണ്ട് ഒരു ബുക്ക് വായിക്കുന്നു? നമ്മുടെ ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റിയും കൊണ്ട് മാത്രമാണ് നമ്മൾ ആ ബുക്ക് വായിക്കുന്നത്. അല്ലാണ്ട് ആ ബുക്ക് വായിച്ചിട്ട് നമുക്കൊരു സെൽഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല നമ്മളൊരു ബുക്ക് വായിക്കണേ. ആ ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റിയും സസ്റ്റൈനബിൾ ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പറ്റം ആൾക്കാർ. അപ്പോൾ നിങ്ങളെയാണ് ഈ 50th ബുക്കിന്റെ ഡിസ്കഷനിൽ അടുത്തതായിട്ട് വെൽക്കം ചെയ്യുന്നത്. നെക്സ്റ്റ് ആലിസ് മാമിന്റെയും എന്റെയും ഫാമിലി മെമ്പേഴ്സ് അവരുടെ സപ്പോർട്ടോടു കൂടിയാണ് ഞങ്ങൾക്ക് ഇത് എല്ലാ മാസവും ഈ ഡിസ്കഷൻസ് നടത്താനും ഇതിൻ്റെതായിട്ടുള്ള ഒരു ഫാമിലി എൻവയോൺമെന്റ് ഞങ്ങൾക്ക് ഒരുക്കി തരുന്ന ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ പിന്നീട് വെൽക്കം ചെയ്യുന്നു. അതർ ദാൻ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് ഒരുപാടധികം ബുക്ക് ക്ലബിലെ മെമ്പേഴ്സ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത കൊണ്ടും 50ാമത്തെ ബുക്ക് എന്ന മൈൽ സ്റ്റോൺ കാരണം ഞങ്ങളുടെ ഒരുപാടധികം ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെയും ഈ ഒരു കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നൗ വളരെ ബ്രീഫായിട്ട് ഇന്ന് ഞാൻ എഴുതി വെച്ചിട്ടല്ല പറയണേ, ഹൃദയത്തിൽ നിന്ന് പറയാണ്. ഇക്കിഗായിൽ നിന്ന് തുടങ്ങി നമ്മൾ 50ാമത്തെ ബുക്ക് ഇന്റർനെറ്റും മാനസിക ആരോഗ്യവും ഇതിലെത്തി നിൽക്കുമ്പോൾ മാനസിക ആരോഗ്യം ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സെന്റർ പ്രചോദന എന്ന നിലയ്ക്ക് WHO ഡെഫിനിഷൻ വാട്ട് ഇസ് മെന്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യം എന്താണ്? ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ആ ഡെഫിനിഷനിൽ പറയണത് ആ ഒരു സ്റ്റേറ്റിലായിരിക്കുന്ന നമ്മള് വി നീഡ് ടു നോ അവർ എബിലിറ്റീസ്, ക്യാൻ കോപ്പ് വിത്ത് സ്ട്രെസ്, ക്യാൻ കോൺട്രിബ്യൂട്ട്, ക്യാൻ വർക്ക് പ്രൊഡക്റ്റീവ്ലി ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. ഈ 4 ഫാക്ടറും നമ്മുടെ എബിലിറ്റീസ് തിരിച്ചറിയുക, നമ്മുടെ സ്ട്രെസ് ഡെയിലി സ്ട്രെസ്സസിനെ കോപ്പപ്പ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധിക്കുക, 3ാമത്തത് നമ്മുടെ വർക്ക് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് സാധിക്കുക, ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ കമ്മ്യൂണിറ്റി. ഇത് 4ഉം ഒറ്റടിക്ക് സാധ്യമാകുന്നതാണ് പ്രചോദന ബുക്ക് ക്ലബ് കമ്മ്യൂണിറ്റിയിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസം ഒരു ബുക്ക്, ഒരു ധൃതിയൊന്നുമില്ല, 1 ബുക്ക്. അത് ഇത്രയധികം ആൾക്കാരുടെ ഇൻസൈറ്റും കൂടി ചേർന്ന് അവരുടെ ഇൻപുട്ടും കൂടി ചേർന്ന് ഓഡിയോ ആയിട്ട് വരുമ്പോഴാണ് ഇതിന്റെ ഒരു മനോഹാരിത കൂടുന്നത്. നമ്മൾ കണ്ടന്റ് എങ്ങനെ നമ്മളിലേക്ക് എത്തുന്നു? ഇപ്പൊ ഇൻഫർമേഷൻ ഓവർലോഡിന്റെ ഒരു കാലഘട്ടമാണ്. ഡോക്ടറുടെ ബുക്കിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്. 20 സ്റ്റോറീസിലൂടെ എങ്ങനെ നമ്മൾക്ക് മാനസിക ആരോഗ്യം, ഈ ഇന്റർനെറ്റ് ഇല്ലാത്തൊരു കാലഘട്ടം നമുക്ക് ഇനി നോക്കിക്കാണാൻ സാധിക്കില്ല. അതുമായിട്ട് എങ്ങനെ ഒരു ഹെൽത്തി ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള കണ്ടന്റ്. കാരണം എന്ന് വെച്ചാൽ ഇത് പറയാതിരിക്കാൻ ഈ ഇൻട്രൊഡക്ഷനിൽ സാധിക്കില്ല. രഞ്ജിനി ചേച്ചി പറഞ്ഞ ഭാഗത്താണ് ഡോക്ടർ എഴുതിയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്നർ പീസ്, നമ്മുടെ മെന്റൽ വെൽബീയിങ്ങിന്റെ 1 ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ. അത് ആ ഒരു കണ്ടന്റ് ഡോക്ടർ ഡെലിവർ ചെയ്ത ഒരു ട്രെയിൻ യാത്രയിൽ ആ കുട്ടികൾ കരഞ്ഞ് ബഹളം വെച്ച്
ഇവര് അവിടുത്തെ ആ ബോഗിയിലുള്ളവർ ആ വ്യക്തിയോട് എങ്ങനെ റിയാക്ട് ചെയ്തു, വൺസ് ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയപ്പോ അവരെങ്ങനെ ആ ഒരു സിറ്റുവേഷൻ നോക്കി കണ്ടു, എല്ലാം നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ ആണ് എന്നുള്ള ആ ഒരു കോണ്ടന്റ് ആ കോണ്ടെക്സ്റ്റുമായിട്ട് മിക്സ് ചെയ്ത് നമ്മളിലേക്ക് കൃത്യമായിട്ട് നമ്മുടെ മനസ്സമാധാനത്തിന്റെ താക്കോല് നമ്മുടെ കയ്യിലാണ്, നമ്മൾ എങ്ങനെ കാര്യങ്ങളെ നോക്കി കാണുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പ്രചോദന ബുക്ക് ക്ലബിലൂടെ ഈ 50ാമത്തെ ബുക്കായിട്ട് ഇന്റർനെറ്റും മാനസിക ആരോഗ്യവും പരിചയപ്പെടുത്താൻ നമ്മുടെ ബുക്ക് ക്ലബ് മെമ്പേഴ്സും അതുവഴി ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാടധികം സന്തോഷമുണ്ട്. ഇനി ഈ ഇന്റർനെറ്റും മാനസിക ആരോഗ്യവും എഴുതിയ വ്യക്തിയെ നമുക്ക് ഈ ബുക്കും ഈ ഓഥറിനെ പരിചയപ്പെടുത്തി ഡോക്ടർ ബിന്ദുവിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഓവർ ടു യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ ഉഷ. എല്ലാ പ്രചോദന ബുക്ക് ക്ലബ് മെമ്പേഴ്സിനും ഒരു ഗുഡ് ഈവനിങ് പറയാം. അപ്പം ഡോക്ടർ ഉഷ ഇന്ന് എന്നെ ഏൽപ്പിച്ച ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിഷമം പിടിച്ച ഒരു ദൗത്യമാണ്. കാരണം ബ്രീഫായിട്ട് ഡോക്ടർ സതീഷിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത്ര ബ്രീഫാക്കിയാലും ഒരു അരമണിക്കൂറിൽ എങ്കിലും വേണ്ടി വരും ഡോക്ടർ സതീഷ്, അത്രയ്ക്ക് വലിയ മഹാനാണ്. ശരിക്കും ഒരുപാട് അനുഭവങ്ങളും അറിവുകളും ഒക്കെ ഉള്ളൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. ചെങ്ങളം സ്വദേശിയാണ് ഡോക്ടർ, കോട്ടയം ചെങ്ങളം സ്വദേശിയാണ്. ഡോക്ടറിന് MPhil ഉണ്ട്, PhD ഉണ്ട്, ഒരുപാട് ഡിഗ്രികളുണ്ട്. ഡോക്ടറിൻ്റെ മാനസികാരോഗ്യ ചികിത്സയിൽ ഏകദേശം 20 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട്. ഡോക്ടർ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഡോക്ടർ ഇതിന് മുൻപ് കോഴിക്കോട് നമ്മുടെ കുതിരവട്ടം ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഏകദേശം 10 വർഷത്തിലേറെയായിട്ട് ഡോക്ടർ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ ഒരു ജീവനാഡി എന്ന് പറയാൻ പറ്റുന്ന പോലെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ. പുസ്തകങ്ങൾ മാത്രമല്ല, പുസ്തകങ്ങളിൽ വളരെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ വളരെ ലളിതമായി വളരെ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് അനുഭവങ്ങൾ കുറിച്ചിട്ടുണ്ട്, അറിവുകളും കുറിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഞാൻ കുറച്ച് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അപ്പം ഡോക്ടറിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് അഡിക്ഷനാണ്. അപ്പം PhD ചെയ്തതും ഇൻ്റർനെറ്റ് അഡിക്ഷനിലാണ്. അപ്പം ഡോക്ടറിന് ഒരു 10 മണിക്കൂർ കിട്ടിയാലും വാതോരാതെ സംസാരിക്കാൻ പറ്റുന്ന ആളാണ്. നമുക്ക് ഒരിക്കലും ബോറടിക്കത്തില്ല. കാരണം വളരെ ആ കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ മനഃശാസ്ത്ര കോൺസെപ്റ്റുകൾ ഇൻ്റർനെറ്റ് അഡിക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളും ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസും ഒക്കെ വെച്ച് നമുക്ക് ഒരിക്കലും ബോറടിക്കത്തില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് വളരെ ലളിതമായ രീതിയിൽ അതേപോലെ തന്നെയാണ് ബുക്കിലും പ്രതിപാദിച്ചിരിക്കുന്നത്. വളരെ ലളിതമായ ഭാഷയിലാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ ഡീപ്പർ കോൺസെപ്റ്റ്സ് ആണ് എന്ന് നമുക്ക് ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം വായിക്കുമ്പോഴാണ് അതിനെ മനസ്സിലാവുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ മിനിമം 3 പ്രാവശ്യമെങ്കിലും ബുക്ക് വായിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പം ഡോക്ടർ MPhil എടുത്തത് റാഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. അതേപോലെ PhD എടുത്തത് കാര്യവട്ടം ക്യാമ്പസ് ആണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും MS മാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്, ബിരുദാനന്തര ബിരുദം എടുത്തിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവായിട്ടുള്ള ഒരു മോചൻ ക്ലിനിക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. ഒരു ഗവൺമെൻറ് ഇൻ്റർനെറ്റ് അഡിക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഒരു ഇനീഷ്യേറ്റീവാണത്. അത് കോഴിക്കോടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഡോക്ടറായിരുന്നു എൻ്റെ ഇൻചാർജ്. അത് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ബോർഡ് ഓഫ് മെമ്പേഴ്സ് സ്റ്റഡീസ് അതിലൊക്കെ ഒരുപാട് ഇൻവോൾവ് ആണ്. പിന്നെ പോലീസ് ഫോഴ്സിലും അങ്ങനെ കുറേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിലൊക്കെ അംഗമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ വളരെ ബ്രീഫായിട്ട് ഇത്രയും തന്നെ ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ ഓഥറിൻ്റെ ഡിസ്ക്രിപ്ഷൻ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും ബ്രീഫായിട്ട് എനിക്ക് പറയാൻ പറ്റൂ. താങ്ക് യു സോ മച്ച്. Thank you, Dr. Bindu, for that wonderful introduction. Now, over to you, Doctor. ആദ്യമായിട്ട് എനിക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന പ്രചോദന ബുക്ക് ക്ലബിലെ എല്ലാ ഭാരവാഹികൾക്കും, ഡോക്ടർ ഉഷ, ആലിസ് മാഡം തൊട്ട് എല്ലാവർക്കും ഒത്തിരി പിന്നെ പങ്കെടുക്കുന്ന എല്ലാ അംഗങ്ങൾക്കും ഒരു
ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. എനിക്ക് ഒരു നമ്മളെപ്പോഴും ക്രിക്കറ്റിലൊക്കെയാണ് തന്നെ ഹാഫ് സെഞ്ചുറി എന്ന് പറയുന്ന പോലെ 50-നൊക്കെ എപ്പോഴും പ്രത്യേക ഭയങ്കര ഒരു എന്താ പറയാ ഗോൾഡൻ സാധനമുണ്ടോ അല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു സന്തോഷമുണ്ട്. എൻ്റെ ഒരു ബുക്ക് 50-ാമത്തെ ബുക്കായിട്ട് തിരഞ്ഞെടുത്തതിൽ. അന്ന് മാത്രമല്ല, 50-ാമത്തെ ബുക്ക് എന്ന് പറയുമ്പോൾ 50 മാസങ്ങൾ നിങ്ങൾ പിന്നിട്ടു എന്നല്ലേ എൻ്റെ അർത്ഥം. ഇതൊരു ഭയങ്കര കാര്യമല്ല. നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും ആൾക്കാരെ എന്താ പറയാ വായനയുടെ ലോകത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു സാധനം, അതിങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വളരാൻ പറ്റുന്നു എന്ന് പറയുന്നതും ഒരു നിസ്സാര കാര്യമല്ല. ഇന്റർനെറ്റിനും മാനസികാരോഗ്യത്തിനകത്തെ പോസിറ്റീവ് ആസ്പെക്ട്സ്, ഇന്റർനെറ്റിന്റെ ഒരു പോസിറ്റീവ് ആസ്പെക്ട് പറയുന്നതിനകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ഒരു കൂട്ടായ്മകൾ, ഒരേ രീതിയിൽ ചിന്തിക്കുന്ന നന്മ നിറഞ്ഞ ഒത്തിരി മനുഷ്യരുടെ ഒരു കൂട്ടായ്മ, അതിന് ഇന്റർനെറ്റ് ഒരു കാരണമായിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ആ ഒരു പോസിറ്റീവ് സൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ഒരു പോസിറ്റീവ് സൈഡായിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് പ്രചോദന ബുക്ക് ക്ലബ്ബ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും ഒരു നല്ല നെറ്റ്വർക്കുള്ള ആൾക്കാർ, പല കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയിലെ പല പല സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് ഇൻവോൾവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഐ എം സോ ഹാപ്പി. എനിക്ക് എന്നെ വിളിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഒപ്പം എന്നെ ഇത് പരിചയപ്പെടുത്തിയത് പ്രചോദന എൻ്റെ ബുക്ക് പരിചയപ്പെടുത്തിയ ഡോക്ടർ ബിന്ദു. എനിക്ക് തോന്നിയിട്ടുണ്ട് ബിന്ദുവിന്റെ പ്രത്യേകത ഈ 10 തലയുള്ള രാവണൻ എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. എന്തിലാണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പിന്നെ എന്നാലും കാണാൻ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാത്തിലും ഉണ്ട്. ഇത്ര ഞാൻ വിചാരിക്കാറുണ്ട്, ഇപ്പൊ എനിക്കൊക്കെ ഒരു 24 മണിക്കൂറാണ് ഒരു ദിവസം എന്ന് പറഞ്ഞു. ബിന്ദുവിന് എനിക്ക് 40 മണിക്കൂർ ഒരു ദിവസം തോന്നുന്നു. കാരണം അത്രമാത്രം കാര്യങ്ങൾ ആക്റ്റീവായിട്ട് ഓടി നടന്ന് ചെയ്യുന്ന ഒരാൾ നമുക്ക് എപ്പോഴും എന്താ പറയാ ഒരു ഇൻസ്പിറേഷനാണ്. ബുക്ക് എഡിറ്റ് ചെയ്യണമെന്നത് കാണാം അല്ലേ, പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ് എടുക്കുന്നത് കാണാം. അങ്ങനെ എന്താ പറയാ അത്രയും. അപ്പൊ അങ്ങനെയുള്ള നല്ല നല്ല കൂട്ടായ്മയുള്ള വ്യക്തിത്വങ്ങളാണ് ഇതിനകത്തുള്ളതെന്ന് എനിക്ക് വളരെ ഉള്ളതിൽ തന്നെ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ റസീന മാഡത്തിന് എനിക്ക് പറയാതെ പോകാതെ വയ്യ. കാരണം ഞാൻ PG കഴിഞ്ഞ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ജോലി കിട്ടിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പം ഞാനിങ്ങനെ ഞങ്ങളുടെ രാധിക മാഡം എന്ന് മിസ്സിനോട് പറഞ്ഞപ്പം റസീന മാഡം ഇങ്ങനെ ഒരു KBM കോളേജ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒരു പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, സന്ദേശം ഒന്ന് പോയി ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ശരിക്കും PG ചെയ്തത് ഓർഗനൈസേഷണൽ ബിഹേവിയറിനകത്ത്, OB-ക്കകത്താണ്. ക്ലിനിക്കൽ സൈക്കോളജി ആയിട്ട് ഒരു കോൺടാക്ട് ഇല്ലാത്ത ഞാൻ അവിടെ പോയി ഗതികെട്ട് സൈക്കോളജി പഠിക്കേണ്ടി വന്നു, ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കേണ്ടി വന്നതുകൊണ്ട് ആ 2 വർഷത്തെ എക്സ്പീരിയൻസ്, അവിടെ 2 വർഷം അധ്യാപകനായിട്ടും പിന്നെ അവിടെ മൂക്കില്ല രാജ്യത്ത് മുറിമുഖൻ രാജ എന്ന് പറയുന്ന പല പല ഏരിയാസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. KBM കോളേജ് ഹോസ്പിറ്റൽ, KBM ഡി അഡിക്ഷൻ, KBM ഫാമിലി തെറാപ്പി, KBM നഴ്സിംഗ് കോളേജിൻ്റെ സൈക്കോളജിസ്റ്റ്, അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഇതില് റോളിൽ വർക്ക് ചെയ്യേണ്ട വന്ന സമയത്താണ് ക്ലിനിക്കൽ സൈക്കോളജിയോട് എനിക്കൊരു അടുപ്പം ഉണ്ടാകുന്നതും ഞാൻ റാഞ്ചി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്യാട്രി CIP-യിൽ എൻട്രൻസ് എഴുതിയിട്ട് എനിക്ക് അവിടെ പ്രവേശനം കിട്ടുന്നത്. സോ എന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അതിലേക്ക് തിരിച്ചു വിടുന്നതിൽ അറിയാതെ തന്നെ റസീന മാഡത്തിന് ഒരു പങ്കുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് വൺസ് അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ജോയിൻ ചെയ്തതും സ്കൂൾ ഓഫ് ബിഹേവിയറൽ സയൻസിലാണ്. അപ്പം മാഡമാണ് അവിടെ ബിഹേവിയറൽ സയൻസിന്റെ ഡയറക്ടർ. സോ മാഡത്തിന്റെ കൂടെ ഒരു ഏകലവ്യനെ പോലെ മാറുന്ന മാഡത്തിന്റെ പ്രവർത്തനങ്ങൾ അവിടെ ഇങ്ങനെ കേട്ടോ. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, മാഡം എപ്പോഴും ഒരു 18 വയസ്സിലാണ്. ഇത്രേ ചില സമയത്ത് തോന്നാറുണ്ട് I am 16 going for 17. 18 വയസ്സില്ല 17 എത്തിയുള്ളൂ. അത്രയും അത്രയും എനർജി ഉള്ള ഒരു പേഴ്സണിനെ കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇങ്ങനെ അപൂർവമായിട്ട് ഡോക്ടർ ബിന്ദു ഞാൻ ഇതുപോലെ എനർജി കാണുന്നത്. അതുപോലെ തന്നെയാണ് റസീന മാഡം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഒരിക്കലും മാഡം ഇങ്ങനെ എന്താ പറയുക വെറുതെ അലസമായിട്ട് മാഡത്തിന് ഇരിക്കാൻ പറ്റില്ല, അത്രയും ആക്റ്റീവായിട്ടുള്ള ആൾ. അപ്പം മാഡം ഇന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ വളരെ കുറച്ചുകൂടെ ഹാപ്പിയാണ് എനിക്ക്. പക്ഷേ എനിക്കറിയാം മാഡം വീണിട്ട് കാലിന് ചെറിയൊരു ഫ്രാക്ചർ ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ അപ്പം കാല് വയ്യാതിരിക്കുന്ന ഒരാളോട് നിർബന്ധപൂർവ്വം ഇതിനകത്ത് കയറിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷേ അല്ലെങ്കിൽ എനിക്ക് തീർച്ചയാണ് മാഡം ഈ ഒരു ഇതിന് വന്നിരിക്കും. അത്രയും എനർജറ്റിക് ആണ് മാഡം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഓർഗനൈസ് ചെയ്യുന്ന 2 പേരോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ ഉഷ ആയാലും ആലിസ് മാഡം ആയാലും ശരി, ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം ഈ ഒരു ഇതിന് ഇത്രയും കൂട്ടായ്മ മുമ്പോട്ട് കൊണ്ടുപോയി എന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ബുക്ക് റിവ്യൂ ചെയ്ത അതും എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ഡോക്ടർ ബിന്ദുവിനെ പറ്റി ഓൾറെഡി എടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് വളരെ പനിക്കിടക്കയിൽ കിടന്നിട്ടാണ് ഡോക്ടർ അമീനത്ത് ആ ബുക്ക് റിവ്യൂ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കേട്ടോ, അതൊരു ഡെഡിക്കേഷൻ ഉള്ള ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡോക്ടർ ബീന നന്ദകുമാർ. പൂച്ചട്ടികളോടും പൂക്കളോടും ഒക്കെ സ്നേഹമുള്ളതുപോലെ തന്നെ അക്ഷരങ്ങളോട് സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു നല്ലൊരു മനസ്സാണത്. എനിക്ക് ഒത്തിരി പൂക്കളും ചെടികളും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ എനിവേ,
അക്ഷരങ്ങളും ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു പ്രസന്റേഷനൊക്കെ വന്നപ്പോൾ തന്നെ. അതുപോലെ തന്നെ രഞ്ജിനി, മിസ് രഞ്ജിനി, അദ്ദേഹം സ്വന്തം അനുഭവകഥയും കൂടെ കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പം പലപ്പോഴും നമുക്കൊരു ബുക്ക് വായിക്കുമ്പം നമുക്ക് ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. മറ്റേ നമ്മൾ മാറി ഒന്ന് കാണും. ഇതാ നമ്മൾ എമ്പതി എന്ന് പറയുന്നത് നമ്മൾ ആ ഫീൽ ചെയ്യുന്നത് ഒക്കെ എമ്പതിക്ക് അപ്പുറമുള്ള ഒരു ഫീലിംഗ് നേരിട്ട് എക്സ്പീരിയൻഷ്യലാണ്. ആ രീതിയിൽ ആ ബുക്ക് അത് റിവ്യൂ പ്രസന്റ് ചെയ്തേക്കുന്നത്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നല്ല ഇൻവോൾവ് ചെയ്തിട്ട് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ഒരു കൂട്ടായ്മയെ ഒപ്പം ഇന്ന് തിരക്കിനിടയിലും ഒക്കെ ഇത്രയും വ്യക്തികൾ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ, കാരണം നമ്മളെല്ലാവരും തിരക്കുള്ള വ്യക്തികളാണ്, എല്ലാവർക്കും ടൈം പ്രഷ്യസ് ആണ്. ഒക്കെ മാറ്റി വെച്ചിട്ടാണ് ഒരു പ്രൈം ടൈമാണ് 8 to 9 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വീട്ടുകാർ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ, ബുക്ക് ക്ലബ്ബ് അത് ഇത് ഇങ്ങനെ ഇരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന എത്രയോ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പം നേരത്തെ ഡോക്ടർ ഉഷ പറഞ്ഞ പോലെ ഫാമിലി മെമ്പേഴ്സിന്റെ ഒരു സപ്പോർട്ട് ഇതിനകത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഞാൻ തീർച്ചയായിട്ടും നന്ദി പറയുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ഇതിനെ റിലേറ്റ് ചെയ്ത് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും. ഞാൻ അതിനനുസരിച്ച് പറയാം. കാരണം ഞാൻ ഡോക്ടർ ബിന്ദു ആദ്യം പറഞ്ഞ പോലെ പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ ചിലപ്പോൾ നിർത്തൂല. അതിനേക്കാൾ നല്ലത് നിങ്ങൾ ചോദിക്കും, നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയാൽ അതിനെന്തെങ്കിലും കമന്റ് ആയിട്ട് ഞാൻ പറയാൻ, അതായിരിക്കും ഞാൻ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത്. പ്ലീസ്. ഓക്കെ ഓക്കെ, താങ്ക് യു. പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. താങ്ക് യു. കുതിരവട്ടം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രശാന്ത് സാറ്, കളക്ടർ ബ്രോ ഞങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു. അപ്പോ മറ്റേ കുതിരവട്ടത്ത് അതിന്റെ ഒരു ബിൽഡപ്പിനെ കുറിച്ചും അതിന്റെ സ്ട്രഗിൾസിനെ കുറിച്ചും ഒക്കെ ഡിസ്കഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ബിന്ദു പറഞ്ഞപ്പോൾ പെട്ടെന്ന് അത് ആണ് ഓർത്തത്. ഇനി നമ്മൾ യൂഷ്വലി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ഓദറിനോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഡിസ്കഷനിൽ ഇത് ബ്രീഫ് ചെയ്ത ആൾക്കാർക്കാണ് നമ്മൾ അവസരം കൊടുക്കാറ്. സോ ആദ്യമായിട്ടുള്ളത് ഡോക്ടർ ബിന്ദു തന്നെയായിരുന്നു. ഡോക്ടർ അത് സംസാരിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ബീന മാം ആണ്. ഓവർ ടു ബീന മാം. ബീന മാം ഉണ്ടല്ലോ. ഹലോ, യെസ്, ബീന മാഡം ലോഗ് ഔട്ട് ആയി പോയി തോന്നുന്നു. ഷീസ് ജോയിനിങ് നൗ. തുടക്കത്തിൽ ഉണ്ട്. ബീന മാം കേൾക്കാമോ എന്നെ? യെസ്, ഹലോ ബീന മാം. അല്ലെങ്കിൽ രഞ്ജിനി ചേച്ചിയിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഇപ്പൊ ജോയിൻ ചെയ്തല്ലോ ബീന മാം. ആ, ബീന മാമിന് കേൾക്കാമോ? എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടാവുമായിരിക്കും. ഓക്കെ, രഞ്ജിനി ചേച്ചി പറഞ്ഞോളൂ. മ്യൂട്ടാണ്. എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മളുടെ ബുക്കിന്റെ ലാസ്റ്റ് 4 ഭാഗങ്ങളാണ്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. കേൾക്കാം. വളരെ ആസ്വദിച്ച് വായിച്ചു തന്നെ, വളരെ കെയർഫുൾ ആയിട്ട് വായിച്ചു. എന്തൊക്കെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടാം എന്നുള്ളത് ശരിക്കും ഒരു നമ്മളുടെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്വത്ത് പോലെ എഴുതി വെച്ച് സൂക്ഷിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഇതില്. അങ്ങനെ ഞാൻ ഈ ബുക്കിനെ കണക്കാക്കുന്നത്. അപ്പൊ ഈ ബുക്കിന്റെ എൻഡിൽ വരുമ്പോഴാണ് നമുക്ക് എങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കാം, എങ്ങനെ നമുക്ക് എന്താണ് ട്രീറ്റ്മെന്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ട്രീറ്റ്മെന്റ് പേര് പറയുന്നുണ്ട്, ഓൺലൈൻ കോഗ്നിറ്റീവ് ബിഹേവിയർ ഇന്റർവെൻഷൻ, OCBI. ഇത് നമ്മളുടെ ഡോക്ടർ സന്ദീഷിന്റെ PhD തീസിസിന്റെ ഭാഗം കൂടി ആയതുകൊണ്ട് വളരെ ഇൻഡെപ്താണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിന്റെ 4 ഘട്ടങ്ങൾ അത് നമ്മൾ ഓഡിയോയിൽ കാണുന്നുണ്ട്, ഓഡിയോയിൽ കേൾക്കുന്നുണ്ട്. അപ്പം ഇതിൽ കൂടെ അദ്ദേഹം അത് പറഞ്ഞു തുടങ്ങിയത് പെർസ്പെക്റ്റീവ് ചേഞ്ചിനെ പറ്റിയിട്ടാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾക്ക് ഈ ഇന്റർനെറ്റ് ഇല്ലാത്തൊരു കാലഘട്ടത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. ബിക്കോസ് അത്രയധികം നമ്മൾ ആ ഇന്റർനെറ്റിൽ നമ്മൾ ഇൻവോൾവ് ആണ്. നമ്മളുടെ ലൈഫിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും നമ്മൾ ഒരുപാട് വർക്ക് ചെയ്ത് ടയേർഡായിട്ടിരിക്കുമ്പോൾ റിവാർഡ് എന്നോണം ഫോൺ കയ്യിലേക്ക് എടുക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾക്ക് ഇപ്പൊ ഇത്തിരി ബ്രേക്ക് കിട്ടി, ടൈം കിട്ടി വർക്കിന്റെ ഇടയ്ക്ക്, ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കട്ടെ എന്നുകൊണ്ട് അങ്ങനെ നമ്മൾ എടുക്കുന്നതാണ് ഈ അരമണിക്കൂറും 15 minutes ഒക്കെ ഇങ്ങനെ നമ്മൾ ഇതിൽ സ്ക്രോൾ ചെയ്ത്. ഇപ്പൊ പുതിയ പ്രകാരം ഡൂം സ്ക്രോളിംഗ് എന്നാണ്. അതായത് നമ്മളിങ്ങനെ തൂത്ത് പോവാണ്, എന്തുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പല നല്ല ഇൻഫർമേഷൻസ് നമ്മളിലേക്ക് എത്താറുണ്ട്. ചീത്ത ഇൻഫർമേഷൻ അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇതിൽ കൂടെ വരുന്ന മറ്റൊരു കാര്യം പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിലേക്ക് എത്തിക്കുക. നമ്മൾ ആവശ്യക്കാരാണ് എന്നുള്ളത് കൊണ്ട്
ആ ഇൻഫർമേഷൻ നമ്മളിലേക്ക് എത്തിക്കുക. അപ്പോൾ ആത്യന്തികമായിട്ട് ഈ പ്ലാറ്റ്ഫോംസ് എല്ലാം, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും മാർക്കറ്റ് പ്ലേസ് ആണ്. ഇപ്പൊ ഒരു മാർക്കറ്റ് പ്ലേസ് പണ്ടത്തെ കാലത്ത് ചന്തയുണ്ട്. നമുക്ക് ചന്തയിൽ പോയിട്ടുള്ളവർക്ക് ചന്ത എന്താന്നുള്ളത് അറിയാം. എല്ലാ ഗ്രാമങ്ങളിലും ഒരു ചന്തയുണ്ട്, ഗ്രാമചന്ത എന്ന് പറയും. അപ്പൊ അത് ഭയങ്കര ആക്റ്റീവായിട്ട് ബസിലിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ചന്തയിൽ മിക്കവർക്കും പരസ്പരം അറിയാം, വരുന്ന ആൾക്കാർ അറിയാം. പക്ഷെ ഇന്ന് ആ ചന്ത കോൺസെപ്റ്റ് ഇല്ല. ബട്ട് നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ മാർക്കറ്റ് പ്ലേസിലൂടെ നമ്മളിലേക്ക് വരുന്നത് കൂടുതലും ഇങ്ങനെയുള്ള സെല്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. നമ്മൾ പൈസ കൊടുത്ത് ആ സാധനം സ്വന്തമാക്കുക, അല്ലെങ്കിൽ ഒരു ബുക്ക് വാങ്ങുക, അല്ലെങ്കിൽ ഒരു സിനിമയുടെ പരസ്യം, ഇതെല്ലാം സെല്ലിംഗ് ആണ്, സോഫ്റ്റ് സെല്ലിംഗ് ആണ് പലതും. നമ്മൾ അറിയുന്നില്ല. കുട്ടികൾക്ക് അത് പ്രധാനമായിട്ട് അവർ അറിയാതെ പോകുന്നു. ഇവരിലേക്ക് അത് സെല്ല് ചെയ്യാണ് ഈ ഐഡിയ എന്നുള്ളത്. ഇപ്പൊ കുട്ടികൾ അറിയാത്തപ്പോൾ നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി ബോധവൽക്കരിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് നമ്മളുടെ ഡോക്ടർ സന്ദേശ് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. അപ്പം പക്ഷെ ചെറിയൊരു ഇൻഫർമേഷൻ പറയാം. നമ്മളുടെ ഒരു കാട്ടാന പാട്ട് കേൾക്കാൻ വരുന്നതാണ്. രാസാത്തി ഉന്നെ കാണാമ ഉള്ളം കാട്ടാ ചേച്ചി എന്താ പറയുക, എന്തോ 2 വരി ചേച്ചി നന്നായിട്ട് പാടുന്നത് ഞങ്ങൾക്ക് അറിയാം. ഓക്കെ ഓക്കെ. അപ്പൊ ഈ പാട്ട് കേൾക്കാൻ കാട്ടാന കാട്ടിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു കമ്പം തേനി ഭാഗത്ത്. അതായത് നമ്മളുടെ ഇളയരാജ ഉണ്ടാക്കിയ പാട്ട്. ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത് ഇന്റർനെറ്റ് വഴിയാണ്. സോ എനിക്ക് ഇങ്ങനെയുള്ള നല്ല നല്ല ഇൻഫർമേഷൻസ് ഉണ്ട്. നോക്കൂ, ഒരു സംഗീതം ആസ്വദിക്കാനായിട്ട് മനുഷ്യരെന്നോ ഇതൊന്നും ഒന്നുമില്ല, മൃഗങ്ങൾ പോലും ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മ്യൂസിക് നമുക്ക് കിട്ടുന്ന ഇന്റർനെറ്റിലൂടെയാണ്. ദർ ഇസ് നോ വേ. എൻ്റെ വീട്ടില് ഞങ്ങൾ ഇന്റർനെറ്റ് നോക്കിയപ്പോഴാണ് 27 ഡിവൈസസ് കണക്റ്റഡ് ആണ്. ഞാൻ, അമ്മ, ഹസ്ബൻഡ്, സൺ, ഞങ്ങളുടെ എല്ലാവരുടെയും മൾട്ടിപ്പിൾ ഡിവൈസസ് ആണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. ദർ ഇസ് നോ വേ വി ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് ദിസ്. ഓൺലി തിങ് വി ക്യാൻ ഡു ഇസ് ഗെറ്റ് എഡ്യൂക്കേറ്റഡ്. അപ്പം അതിൻ്റെ നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള ബുക്സ് വായിക്കാം, മനോഹരമായിട്ടുള്ള ബുക്സ് വായിക്കാം. അപ്പം ഈ 50ാമത്തെ ബുക്ക് ഡോക്ടർ സന്ദേശിൻ്റെ ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ 49ാമത്തെ ബുക്ക് ഇച്ചിഗോ ഇച്ചിയെ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ്. റിലീഷ് എവറി മൊമെന്റ് എന്ന് പറയുന്നതാണ്. അപ്പം ഈ നമ്മൾ ഇന്റർനെറ്റിൽ കളയുകയാണോ എന്ന് ചോദിച്ചാൽ ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമുക്കതൊരു വർത്ത് വൈലാണ്. കളയുന്ന ടൈം എന്ന് പറയുന്നത് എനിക്കറിയില്ല അത് എങ്ങനെ അതിനെ നിർവചിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു ഫ്രണ്ടിന്, അവള് ഈ ഉണ്ണികളെ ഒരു കഥ പറയാന്നുള്ള സിനിമയിൽ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. എൻ്റെ ക്ലാസ്മേറ്റ് ആണ് അവള്. അപ്പം ആ സിനിമയുടെ എനിക്ക് തോന്നുന്നു 40th അങ്ങനെ എന്തോ ഒരു ഡേറ്റ് പറഞ്ഞു. ആ 40th ആനിവേഴ്സറിക്ക് എങ്ങാണ്ട് എല്ലാവരെയും വിളിച്ചപ്പോൾ, അതിലുള്ള ഉണ്ണികളെ വിളിച്ചപ്പോൾ ഈ കുട്ടിയെടുത്ത് പറഞ്ഞത്, ഞങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലുള്ള മറ്റൊരു കുട്ടിയുടെ സൗദിയിൽ ഇരുന്ന് കണ്ട ആഡാണ് ആ കുട്ടി വിദ്യ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ, അവർ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പോകണം എന്നൊക്കെ പറഞ്ഞു. തിരുവനന്തപുരത്തല്ല, സംവെയർ എൽസ്. ഇതെല്ലാം സാധ്യമാവുന്ന ഇന്റർനെറ്റ് ഉള്ളത് കൊണ്ടാണ്. വി ആർ ഓൾ കണക്റ്റഡ് ഇൻ എ വെരി, എന്താ പറയാ, നമുക്ക് കാണാൻ പറ്റില്ല, ഇറ്റ്സ് എവരിവെയർ. അപ്പം ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധവൽക്കരിക്കുക. എൻ്റെ ഓൺ ഫാമിലിയിൽ ഇന്റർനെറ്റ് അഡിക്ഷൻ കാരണം ഒരു കുട്ടി ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾക്കത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ആ കുട്ടി പിന്നെ അത് ട്രീറ്റ്മെന്റ് എടുക്കാൻ റെഡി ആവുന്നില്ല. അതാണ് അതിന്റെ പ്രോബ്ലം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് മനസ്സിലാവുന്നില്ല അവൻ ചെയ്യുന്നത് എന്താ തെറ്റ്, അല്ലെങ്കിൽ അവൻ ആരെയാണ് ഇഗ്നോർ ചെയ്യുന്നത്, അവൻ്റെ പാർട്ട്ണറിനെ ഇഗ്നോർ ചെയ്യുകയാണ് എന്നൊക്കെയുള്ളതൊന്നും മനസ്സിലാക്കാതെ പോവുകയാണ്. അപ്പം ഉറക്കമില്ല രാത്രി, അങ്ങനെ ഉറങ്ങാതിരുന്ന് ഇന്റർനെറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം നിൽക്കുമ്പോഴും നമുക്ക് ആശാവഹമായിട്ടുള്ളൊരു കാര്യമാണ് OCBI, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ മോചൻ എന്ന് പറഞ്ഞ ക്ലിനിക്. ഈ ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്. ട്രീറ്റ്മെന്റിന്റെ ശേഷം എങ്ങനെ നമുക്ക് അതിൽ നിന്ന് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് തന്നെ ലോക്ക് ചെയ്യാം സ്വയം. ഓരോ മൊമെന്റും റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ നമ്മളെ പ്രിപ്പയർ ചെയ്യാം, ഇതെല്ലാമാണ് ഈ ബുക്കിൽ പറയുന്നത്. സോ വളരെ കണ്ണും കാതും തുറന്നു വെച്ച് വായിക്കേണ്ട ബുക്കാണിത്. നമ്മൾ ഓരോരുത്തരും ഈ ലൈഫിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നെക്സ്റ്റ് ജനറേഷന് വേണ്ടി ഇത് വായിച്ചിരിക്കണം. നമ്മൾക്ക് ഇന്റർനെറ്റ് ഹൈജീൻ, ഇൻഫർമേഷൻ ഹൈജീൻ, ഇത് നമ്മൾ എപ്പോഴും പാലിക്കേണ്ട ഒരു പോയിന്റാണ് ലൈഫിൽ. താങ്ക് യു സോ മച്ച് ഡോക്ടർ സന്ദേശ് ഫോർ bringing this book to us. It's like a gem, really. I really enjoyed this book. Thank you so much. Thank you, Prajodanam. Over to you, Usha. താങ്ക് യു വെരി മച്ച്. ഞാനൊരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ആദ്യം
ഡോക്ടർ ഷോ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, കുതിരവട്ടം എന്നൊരു പേര്. ഞാൻ ബുക്കിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അതായത് നമ്മുടെ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് കുതിരവട്ടം. നിന്നെ ഞാൻ കുതിരവട്ടം കൊണ്ട് ഇടുവിടാന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കുളമ്പാറ കുതിരവട്ടം എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന ഒരു സാധനം. പക്ഷെ ഞാൻ അവിടെ 13 വർഷം ജീവിച്ചതാ, അവിടെ ഉണ്ടായിരുന്ന. ഓക്കെ, ഭയങ്കര എക്സ്പീരിയൻസാ. നമുക്ക് നമ്മളുടെ ലൈഫില് നമുക്ക് എത്ര ദുഃഖം തോന്നിയാലും എത്ര വിഷമം തോന്നിയാലും ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ എത്ര 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 ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ അവിടെ പോയി ഒരു ദിവസം നിന്നാൽ മതി. ഈ കളക്ടർ പ്രശാന്ത് ബ്രോ അവിടെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ദിവസം ആ സെല്ലിനുള്ളിൽ കിടക്കണമെന്ന്. പക്ഷെ അവർ കടന്നിട്ടില്ല. പക്ഷെ അവർക്ക് വലിയ ആഗ്രഹമായിരുന്നു ഒരു ദിവസം ആ രാത്രി. അതായത് ചില സെല്ലുകളുടെ പ്രത്യേകത ഒന്നുമില്ല, വെറും നിലത്താ കിടക്കുന്നത്. പല പേഷ്യൻസും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന പേഷ്യൻസിന് നമുക്ക് ഒന്നും കൊടുക്കാതെയാ ചിലപ്പോൾ ഇട്ടേക്കുന്നത്. ഇവൻ ചില ഡ്രസ്സ് പോലും ഇല്ല. ഒരു ഓക്കെ, കൊതുകടിക്കാം, വെളിച്ചത്തിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അതിനുള്ളിൽ നമ്മൾ ഒരു ദിവസം നിന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഒരു ദിവസം രാത്രി കടന്നെഴുന്നേറ്റാൽ പിന്നെ നമ്മൾ ഒരിക്കലും എനിക്ക് അത് കുറവാണ്, എനിക്ക് ഇത് പ്രശ്നമാണ്, എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ് നിങ്ങൾ പറയില്ല. അവിടെ ഒരു മാസം കൂടെ അങ്ങനെ നിങ്ങൾ കടന്നാൽ പിന്നെ തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്ന എല്ലാം ബ്രൈറ്റ് ആയിരിക്കും, ഭയങ്കര കളർഫുൾ ആയിരിക്കും. എന്നാൽ എത്രയോ ആൾക്കാരുണ്ട് ആർക്കും വേണ്ടാതെ അവിടെ കടന്നിട്ട് 40 കൊല്ലവും 50 കൊല്ലവും ഒക്കെ അവിടെ കടന്നിട്ട് മരിച്ച് മാത്രം പുറം ലോകം കാണുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ ജീവിതത്തിലെ പല പല അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എത്രയോ ആൾക്കാർ നമുക്ക് കാണാം. വലിയ ഹൈ പൊസിഷനിൽ ആൾക്കാർ വരെ ചില സമയത്ത് മനസ്സിന്റെ ഒരു താളം തെറ്റുമ്പോൾ ഒന്നുമില്ലാതാവുന്ന അവസ്ഥയുണ്ട്. അപ്പം സോറി, എനിക്ക് ചുമയും പനിയൊക്കെ ഉണ്ട്, സോ സോറി. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ മൊമെന്റും സ്വർഗതുല്യാണ്. നമ്മൾ ബാക്കി കാണുന്ന നമ്മുടെ ദുഃഖങ്ങളും വിഷമവും സങ്കടവും എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ അവിടെ പോയി നമ്മളൊന്ന് അവരെ കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ, എവിടെ പല നമ്മുടെ ഇന്റേൺസ് ആയിട്ട് PG കഴിഞ്ഞിട്ട് വരുന്ന എത്രയോ ആൾക്കാര് നമ്മൾ ഇവരെ വാർഡിലേക്ക് കാണാൻ വിട്ടിട്ട് തിരിച്ചു വന്നിട്ട് ഇവര് കരയുന്നു, ഇവർക്ക് സങ്കടം വരുന്നു, എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്കിത് കാണാൻ പറ്റുന്നില്ല, ഇത് എങ്ങനെയാണ്. അതുവരെ സ്വന്തം സങ്കടങ്ങളെ പറ്റി പറയുന്ന ആൾക്കാർക്ക് അവരുടെ സങ്കടമൊക്കെ തീർന്നു, ഒരു പ്രശ്നമേ അല്ലാത്തൊരവസ്ഥയാണ്. ഓക്കെ, ഇവൻ എന്റെ ഈ ബുക്കിന്റെ ഒരു പ്രത്യേകത ഞാനത് പറയാം, ജസ്റ്റ് വിട്ടുപോയതാണ്. അതായത് ഈ ബുക്കിൽ കിട്ടുന്ന പൈസ, അതായത് എനിക്ക് അവർ തരുന്ന റോയൽറ്റിയുടെ 1 രൂപ പോലും ഞാൻ എന്റേതായിട്ട് എടുക്കുന്നില്ല, അവിടുത്തെ പേഷ്യൻസിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കുന്നതാണ്. ഞാൻ അവർ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഈ ബുക്കിൽ നിന്ന് കിട്ടുന്ന മൊത്തം പൈസ. അപ്പം അതുകൊണ്ട് ഈ ബുക്ക് ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു നന്മയാണെന്ന് ഞാൻ പറയും. കാരണം ഒരു സോഷ്യൽ ഒബ്ലിഗേഷൻ, സോഷ്യൽ കമ്മിറ്റ്മെന്റ്. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയപ്പോഴും ഒരു ക്ലാസ്സിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ട് പുള്ളി എന്നോട് പറഞ്ഞു, അവൻ അവിടെ ക്ലാസ്സിൽ തന്നെ അതിനെ തന്നെ ആൾ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളൊക്കെ ഈ ബുക്ക് ഇപ്പോഴല്ലേ കാണുന്നത്, ബുക്ക് ഇറങ്ങിയ ഒരാഴ്ചക്കുള്ളിൽ മേടിച്ചാലോ ഞാൻ. അദ്ദേഹം എന്നോട് പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം ചെയ്യുന്നത് ഈ പലർക്കും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ബുക്കാണ് കൊടുക്കുന്നത്. ഇദ്ദേഹം കുറച്ചോളം ബുക്ക് മേടിച്ചിട്ട് ഗിഫ്റ്റായിട്ട് എന്റെ ബുക്ക് ഇങ്ങനെ പലർക്കും കൊടുത്തത് ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ടു. അങ്ങനെ ഉണ്ടോ ആൾക്കാർ? ഓക്കെ, അപ്പൊ എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാള്, അദ്ദേഹം എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് പരിചയപ്പെട്ടിട്ട് വാങ്ങിയ ഒരു ബുക്ക് കുറച്ചോളം എണ്ണം മേടിച്ചിട്ട് ഓരോരുത്തർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത ഒരു നന്മ എന്ന് പറയുന്ന ഒരു കാര്യം, ആ കിട്ടുന്ന പൈസയും പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുതിരവട്ടത്തുള്ള പേഷ്യൻസിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പം ഞാൻ പറയാം, നമ്മൾ അറിയാതെ ചെയ്യുന്ന ചെറിയ ചെറിയ നന്മ. ഇപ്പം എനിക്കും അത്രേ പറ്റുള്ളൂ, എനിക്ക് പോയി ഒത്തിരി പൈസ അവിടെ കൊടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ എനിക്ക് ചെയ്യാവുന്ന ഒരു ചെറിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ഒരു ചെറിയ കാലഘട്ടത്തിൽ മാത്രം ജീവിച്ച് പോകുന്ന ആൾക്കാർ. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് എന്ന് വേണേൽ പോകാം. ആ പോകുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഒരാൾക്കെങ്കിലും ഒരു നന്മ ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ്. ചിലപ്പോൾ നമ്മളുടെ വാക്കുകളോ പ്രവൃത്തിയോ മറ്റൊരാളെ വേദനിപ്പിക്കാൻ, വിഷമിക്കാൻ നമുക്കറിയാതെ ചിലപ്പോൾ സംഭവിക്കാം, അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യണമെന്നില്ല. ബട്ട് സംടൈംസ് ഇറ്റ് ഹാപ്പൻസ്. ബട്ട് എങ്കിലും നമുക്കൊരു നന്മ ചെയ്യാൻ പറ്റിയാൽ അതിനേക്കാൾ വലിയൊരു കാര്യം വേറെ ഇല്ല. അപ്പൊ ഞാൻ എൻ്റെ ഈ ബുക്കിനെ പറ്റി ചിന്തിച്ചപ്പോഴേ എടുത്ത ആദ്യത്തെ തീരുമാനമാണ്, എൻ്റെ ഈ ഒരു ബുക്ക് എനിക്ക് എഴുതി തീർക്കാൻ പറ്റിയാൽ, പബ്ലിഷ് ചെയ്യാൻ പറ്റിയാൽ, അതിൽ നിന്ന് കിട്ടുന്ന 1 രൂപ പോലും ഞാൻ എനിക്കതായിട്ട് എടുക്കില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്നതാണ്. അതെനിക്ക് പറ്റി എന്നുള്ളത് തന്നെ വലിയൊരു നന്മയാണ്. ഒപ്പം നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ഈ ബുക്ക് വാങ്ങിച്ചു വീണ്ടും ഫർദർ ആയിട്ട് ഇത്രയും മറ്റൊരിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒത്തിരി നന്ദിയുണ്ട്. തീർച്ചയായിട്ടും അത് എത്ര പറഞ്ഞാലും തീരില്ല. താങ്ക് യു. തീർച്ചയായിട്ടും ആ കോൺട്രിബ്യൂട്ടിങ് ടു ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ ഇതില് ഓരോരുത്തരെയും പറഞ്ഞു അല്ലേ, പനിച്ച് കിടക്കുമ്പോ ഓഡിയോ ഷെയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ എല്ലാവരുടെയും അവർ വൈബ് അട്രാക്ട്സ് അവർ ട്രൈബ് എന്ന് പറയുന്നതാണ് ഡോക്ടറെ ഞങ്ങളിലേക്ക് എത്തിച്ചതും
തീർച്ചയായിട്ടും ഈ ഒരു നിമിത്തമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇന്ന് ഈദ് ആയതുകൊണ്ട് ഡോക്ടർ അമീനത്തിന് പെരുന്നാളിന്റെ ഇതുള്ളതുകൊണ്ട് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല, യാത്രയായിരിക്കും എന്ന് പറഞ്ഞു. സ്റ്റിൽ ഇറ്റ് ഷോസ് ദ ഡെഡിക്കേഷൻ. പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇട്ടു തരാം, അതൊന്ന് ഡോക്ടറെ കേൾപ്പിക്കണം, പ്രചോദന ബുക്ക് ക്ലബ് മെമ്പേഴ്സിനെ കേൾപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടർ അമീനത്ത്. നമ്മളുടെ ഈ മാസത്തെ ബുക്ക് ഇന്റർനെറ്റും മാനസികാരോഗ്യം എന്നുള്ളതാണ് ഡോക്ടർ സന്ദേശിയുടെ ഇന്ന് അതിലത്തെ നമ്മളുടെ ഗസ്റ്റായി ലഭിച്ചിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ എനിക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വരാൻ പറ്റിയില്ല എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഇന്ന് ഈദായതുകൊണ്ട് വീട്ടിലെ കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് ഇന്ന് പങ്കെടുക്കാൻ പറ്റാത്തത്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. ഈ ബുക്കിന്റെ കുറച്ച് ഭാഗം വായിക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിൽ കൂടെ കടന്നു പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സ്വന്തം ജീവിത അനുഭവത്തിലും തന്റെ മുന്നിൽ എത്തിയിരിക്കുന്ന പല പ്രായത്തിലുള്ള ആളുകളും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള അനുഭവ കഥകളുടെ നേർസാക്ഷ്യത്തിലൂടെ വളരെ സിമ്പിളായിട്ട് ഡോക്ടർ നമ്മളോട് കൃത്യമായിട്ട് കാര്യങ്ങൾ, ഒരു മാനസികാരോഗ്യത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നാം ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും വളരെ വ്യക്തമായും ലളിതമായും പറഞ്ഞിരിക്കുന്നു. ഈ ബുക്ക് തിരഞ്ഞെടുത്തതിന് പ്രചോദനയ്ക്ക് എന്റെ നന്ദി. കൂടാതെ ഞാൻ വായിച്ച ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇന്റർനെറ്റും സൈബർ കുറ്റകൃത്യങ്ങളും അതേപോലെ തന്നെ വെബ് സീരീസ് ആസക്തി, ഓരോ പ്രായത്തിലും ഇന്റർനെറ്റ് ഉപയോഗം നമുക്ക് ഏത് രീതിയിൽ രൂപകൽപ്പന ചെയ്യാം, അതേപോലെ വെബ് ഹൈജീൻ, ഇത്തരം ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നതിലുള്ള ഹൈജീൻ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ വായിച്ച ഭാഗത്തിലുണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്പെട്ടു. പേഴ്സണലി എനിക്ക് കുറെ പുതിയ ടേംസ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റി. വെബ് ലോകം എന്ന് പറയുന്നത് ഒരു മഞ്ഞുമല മാത്രമായി, ഒരു ടിപ്പ് മാത്രമേ നാം കാണുന്നുള്ളൂ എന്നും അത് അത്രയധികം ഉള്ളിൽ വിശാലമായി കിടക്കുന്ന പല രീതിയിലും അഗാധമായ ഇരുണ്ട ഭാഗങ്ങളും ഒക്കെ ഉള്ള ഒരു കാര്യമാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ പറ്റി. എനിക്കും 2 ഏജ് ഗ്രൂപ്പിലുള്ള 2 മക്കളുണ്ട്. എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് നമുക്ക് ഏത് രീതിയിൽ ചെയ്യാൻ കഴിയും എന്ന് പറയാനും ഇത് ഞാൻ വായിച്ചത് ഇന്റർനെറ്റും മാനസികാരോഗ്യവും എന്നുള്ള ഡോക്ടർ സന്ദേശ് പി.ടിയുടെ പുസ്തകത്തിൽ നിന്നാണെന്നും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. അതെനിക്ക് വളരെ അധികം സന്തോഷം നൽകി. അപ്പം തീർച്ചയായും എല്ലാ ആളുകളും ഒന്ന് മനസ്സിരുത്തി വായിക്കുകയും അത് മനസ്സിലാക്കുകയും മാത്രമല്ല ജീവിതത്തിൽ പ്രായോഗവൽക്കരിക്കാൻ ഡോക്ടർ പറയുന്നത് പോലെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് പ്രായോഗവൽക്കരിക്കുകയാണെങ്കിൽ നമുക്കതിന്റെ നല്ല വശങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തി ദൂഷ്യവശങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നമ്മുടെ ബുക്ക് ക്ലബ് ഡിസ്കഷന് എന്റെ എല്ലാവിധ ആശംസകളും, അതോടൊപ്പം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾക്ക് പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ബുക്ക് തന്റെ അനുഭവത്തിന്റെ നേർസാക്ഷ്യത്തിന്റെ വെളിച്ചത്തിൽ എഴുതിയ ഡോക്ടറിനും പ്രത്യേകം എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ബാക്കിയുള്ള റെക്കോർഡിംഗ്സ് ഒന്നും എനിക്ക് കേൾക്കാനുള്ള ഒരു സമയം ഉണ്ടായിട്ടില്ല. അതായത് ഇത് എന്തുകൊണ്ടാണ് കേൾപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കേൾക്കാത്ത, അതായത് ബുക്ക് വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ റെക്കോർഡിങ്സ് കേൾക്കുന്നവരാണെങ്കിലും ഡെഫിനറ്റ്ലി ഇതിൽ ഒരുപാടധികം സൊല്യൂഷൻസ് പറഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള, ടീച്ചേഴ്സിനാണെങ്കിലും പാരന്റ്സിനാണെങ്കിലും ഉള്ള ടൂൾസ് ഇതിനകത്തുണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഡിയോ നോട്ട് ഇപ്പൊ കേൾപ്പിച്ചത്. നൗ ബീന മാം ഉണ്ടോ? ബീന മാമിന്റെ നെറ്റ്വർക്ക് ഇഷ്യൂസ്. അപ്പോൾ ഓപ്പൺ ആയിട്ട് ഈ ബുക്ക് വായിച്ച ബുക്ക് ക്ലബ് മെമ്പേഴ്സ് അല്ലാന്നാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തവർക്ക് ഡോക്ടറുടെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നീങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം. ബീന മാഡം വന്ന് പോയിരുന്നെന്ന് തോന്നുന്നു. എനിക്കൊന്ന് നെറ്റ് പലപ്പോഴേ നമുക്ക് ഈ നെറ്റ്വർക്ക് ഇഷ്യൂ വലിയൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. വരുന്നു പോകുന്നു അങ്ങനെ. അതെ, മാഡം ശ്രമിക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. ഇപ്പൊ ലെഫ്റ്റ് ആയിരിക്കുക. ഒന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യുമല്ലോ ഇടയ്ക്ക്, റേഞ്ചിന്റെ ഇഷ്യൂസ്. യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് കട്ടായി പോയി. ധാരാളം കേസുകൾ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഈ ബുക്ക് എഴുതുമ്പോൾ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് അതിനെ ഒത്തിരി ലിമിറ്റ് ചെയ്യണം. നമുക്ക് ഒത്തിരി ഡീറ്റെയിൽ, അത് എന്താ പറയാ, ഒത്തിരി ഇലാബറേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എഴുതാൻ പറ്റില്ല. കാച്ചിക്കുറുക്കി വളരെ എന്താ പറയാ കുറച്ചേ എഴുതാൻ പറ്റൂ. അതുപോലെ തന്നെ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ ക്ലയൻസ് നമ്മൾ അവരുടെ പെർമിഷൻ മേടിക്കും, പക്ഷെ നമ്മൾ ഒരിക്കലും അവരുടെ പേരോ പ്രായോ സ്ഥലോ എല്ലാം ജോലി എല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റും.
സോ ദാറ്റ് അവര് തന്നെ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി അവരെ പറ്റിയാണോ സംശയം വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമ്മൾ പലതും മിക്സപ്പ് ചെയ്തിട്ട് 10-15 പേരുടെയോ 20 പേരുടെയോ 50 പേരുടെയോ നമ്മൾ കണ്ട പല പല ആൾക്കാരെ മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. സോ ദാറ്റ് ഒരാളെ കുറിച്ചായിരിക്കില്ല ആ രീതിയിലാവില്ല അത് വരുന്നത്. എങ്കിലും ധാരാളം കേസുകൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഡേ ടു ഡേ ഇതിൽ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന കണ്ടീഷനാണ് വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. അതായത് ചെറിയ മക്കള്, ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രായത്തിനനുസരിച്ച് എങ്ങനെയാണ് മക്കൾക്ക് മൊബൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് മൊബൈൽ മാറ്റി വെക്കാൻ പറ്റില്ല, അത് വേണം. പക്ഷെ എങ്ങനെ ഏത് പ്രായത്തിൽ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം വലിയൊരു കഴിഞ്ഞ ദിവസം കൂടെ വന്നുകൊണ്ട് ഒരു ഗ്രാൻഡ് പേരൻസ് ആദ്യം കൊണ്ടുവന്നു. കാരണം കുട്ടി മൊബൈൽ കിട്ടില്ല, പേരൻസിന് ഗ്രാൻഡ് പേരൻസിനെ വല്ലാതെ ഉപദ്രവിക്കുന്നു. അമ്മ ഇവിടെ ഇല്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പം അടുത്ത പ്രാവശ്യം അച്ഛനുമായിട്ട് വരാൻ പറഞ്ഞു. അച്ഛൻ വന്നപ്പോഴേ അച്ഛൻ പറയുന്നത് ഞാനിതുവരോട് പണ്ടേ പറയുന്നതാ കൊടുക്കരുതേ. പക്ഷെ കൊച്ചുമക്കളല്ലേ എന്നും പറഞ്ഞ് രണ്ടുപേരുടെ സ്നേഹത്തിൽ കൊടുത്ത് ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റാതായപ്പോഴാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞപ്പം ഈ പലപ്പോഴും ചിലപ്പോൾ മുത്തശ്ശിമാരോ മുത്തശ്ശന്മാരോ ഒക്കെ കൊച്ചുമക്കളല്ലേ എന്നുള്ള രീതിയിൽ സ്നേഹപൂർവ്വം കൊടുക്കുന്നതായിരിക്കാം പിന്നീട് പക്ഷെ അതൊരു പ്രശ്നമായിട്ട് മാറുന്നത് ഒന്ന്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല കുട്ടികളിലും ഈ പറച്ചിൽ അവര് ഇന്റർനെറ്റിലെ കഥാപാത്രങ്ങൾ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അവരുടെ ഭാഷേനെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പൊ ചെറിയ മക്കൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അണ്ടർ സൂപ്പർവിഷൻ കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അതേസമയം തന്നെ ഈ പറഞ്ഞ പോലെ BTS ഇപ്പം ഒത്തിരി സാധനങ്ങൾ വരുന്നുണ്ടല്ലോ. കൊറിയൻ കണ്ടീഷൻ ഇതിലുള്ള ഒത്തിരി കേസ് ഉണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം വന്നൊരു കേസ് ഉണ്ടായിരുന്നു. ഒരു അമ്മ നോക്കുമ്പോ ഈ മോള് ഫുൾ ടൈം ഫോണില, റൂം അടച്ചിട്ടിട്ട് ഫുൾ ടൈം ഫോണിൽ ഇങ്ങനെ ആരോടോ സംസാരിക്കുന്നില്ല, എന്തൊക്കെയോ സൗണ്ട് കേൾക്കാം, എന്താന്ന് വ്യക്തമായിട്ട് അറിയുന്നില്ല. അപ്പൊ അമ്മയ്ക്ക് തോന്നി ഇതൊക്കെ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, ആരോടോ ഒരു പ്രണയമുണ്ട് എന്ന് തോന്നിയിട്ട് അമ്മ പല രീതിയിൽ ശ്രമിച്ചിട്ടും ആരാന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പൊ എന്നോട് വന്ന ഉടനെ ആദ്യം അമ്മ ഒരു ഇൻട്രൊഡക്ഷൻ തന്ന ഇതാണ്, അവക്കൊരു പ്രണയമുണ്ടെന്ന് കണ്ടുപിടിച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ ആളോട് ചോദിച്ചു, നല്ല കമ്പനിയായി, നമുക്കറിയാം റാപ്പ് എസ്റ്റാബ്ലിഷ് ഒക്കെ ചെയ്ത് ചോദിച്ചു തന്നപ്പം ആളിനോട് പറഞ്ഞത് പ്രണയോ എനിക്കോ, ഈ വെള്ളവന്മാരെ ആരെങ്കിലും പ്രണയിക്കുവോ? കൊറിയൻ പ്രണയമാണ് പ്രണയം. ഡോക്ടർ അവര് പ്രപ്പോസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇപ്പം ആൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന +2 കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കൊറിയയ്ക്ക് പോകണം, ആ ഒരു ചിന്തയിലായിരിക്കുന്നത്. അപ്പം ഇപ്പം ഒരു പക്ഷേ ഇനി നമ്മുടെ നാട്ടില് പെൺകുട്ടികൾ കല്യാണം കഴിക്കാത്തതിന്റെ ഒരു കാരണം എടുത്താൽ, അല്ലെ പലരും ഇഷ്ടപ്പെടാത്തതിന്റെ ഒരു കാരണം എടുത്താൽ ചിലപ്പോൾ ഇത് കൊറിയൻ പ്രണയം ആവാനുള്ള സാധ്യതയും ഇല്ലാണ്ടില്ല. വൺ ഓഫ് ദ റീസൺ. കാരണം പലരും ഇൻഡിപെൻഡന്റ് ആകുന്ന പല പല ആസ്പെക്ട്സ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ നോക്കുമ്പോൾ ഒരു ഫാക്ടറാണ് കൊറിയൻ. കാരണം ആൾക്കാർക്ക് ഇവിടെയുള്ള ആരെയും കണ്ടിട്ട് പോരാ, കൊറിയൻ ആ ഒരു ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, കൊറിയയിലെ ആൾക്കാരെ ആയിക്കോട്ടെ ഭയങ്കരമായിട്ട് ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഞാൻ കണ്ട വേറൊരു കേസുണ്ട്. ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. അതായത് വിഷം ഉള്ളിൽ എന്നിട്ട് ഇത് വിഷം കഴിച്ച കാര്യം പറഞ്ഞില്ല. പല ഹോസ്പിറ്റലിൽ ചെറിയ ഹോസ്പിറ്റലിൽ ആദ്യം പോയി, വയറുവേദനയെന്നും പറഞ്ഞ് വയറുവേദനയ്ക്കുള്ള മരുന്ന് മേടിച്ചു, കഴിച്ചു. പക്ഷെ എന്നിട്ട് ഇത് പറയുന്നില്ല. അത് പിന്നെ കുറച്ച് കഴിഞ്ഞ് കോംപ്ലിക്കേഷൻ ആയിട്ട് ഒരു മേജർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവരാണ് കണ്ടുപിടിക്കുന്നത് ഇത് ഉള്ളിൽ വിഷമുണ്ട്. അപ്പൊ ചോദിച്ചു വരുമ്പോഴാണ് ICU വെച്ചിട്ടാണ് ഈ കുട്ടി പറയുന്നത് വിഷം കഴിച്ചു എന്നുള്ളത്. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി പഠിക്കുന്ന കുട്ടി, ഭയങ്കര മിടുക്കി കൊച്ച. പക്ഷെ ആ കുട്ടിക്ക് പറ്റിയൊരു പ്രശ്നം അറിയാതെ ഈ പറയുന്ന പോലെ സീരീസുകൾക്ക് അഡിക്ഷൻ വന്നപ്പോൾ സ്ട്രെസ് ലെവൽ കൂടിയപ്പോൾ അറിയാതെ അതിലേക്ക് പോയതാ ആദ്യം. പിന്നെ അങ്ങനെ വന്നു, അഡിക്ഷൻ ആയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് പഠിത്തത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പൊ വിചാരിച്ച ലെവലിൽ മാർക്ക് കിട്ടാൻ പറ്റുന്നില്ലാത്തതിന്റെ ഫ്രസ്ട്രേഷനും ടെൻഷനും ഒക്കെ വന്നിട്ട് ഒരു എക്സാമിന് വളരെ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി. തോറ്റൊന്നും പോയിട്ടില്ല, പക്ഷെ മാർക്ക് വളരെ കുറഞ്ഞു പോയി കഴിഞ്ഞിട്ട് ആക്കത് എന്നിട്ടും അഡിക്ഷൻ നിന്ന് മാറാൻ പറ്റുന്നില്ല. റിക്കവർ ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റാതെ വന്നിട്ട് ആണ് സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ല, ഈ പറഞ്ഞ വിഷം കഴിച്ചത്. ആള് മരിച്ചുപോയി. എന്നിട്ട് മരിക്കുന്നതിന്റെ തലേന്ന് ഈ കുട്ടി ചോദിച്ചു, അമ്മേ ഞാൻ തിരിച്ചു വരുമല്ലേ, ഞാൻ മരിക്കത്തില്ലായിരിക്കുമല്ലേ, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കുമല്ലേ എന്നൊക്കെ ആള് ഭയങ്കരമായിട്ട് ICU വെച്ച്. പക്ഷെ പിറ്റേന്ന് മോള് മരിച്ചു. അമ്മയ്ക്ക് ഡിപ്രഷൻ ആയിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം, സാറേ എനിക്ക് തോന്നിയായിരുന്നു എൻ്റെ മോള് സൂയിസൈഡ് ചെയ്യുന്നു, പക്ഷെ എനിക്ക് ചോദിക്കാൻ പേടിയായിരുന്നു. ഞാൻ ചോദിച്ചിട്ട് എങ്ങാനും അവക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി വരുമോ എന്നുള്ളത്. ഞാൻ അവളെ സാറിന്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. എനിക്ക് പണ്ടേ തോന്നിയപ്പോഴേ സാറിന്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ സാർ ഇന്ന് എൻ്റെ മോള് ജീവിച്ചിരുന്നേനെ. പലപ്പോഴും പല പേരൻസും നിസ്സഹായരാ.
മലപ്പുറത്ത് തന്നെ ഒരു പയ്യനുണ്ട്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഗെയിം കളിക്കാൻ അമ്മ കൊടുത്തില്ല എന്ന് പറഞ്ഞ് സൂയിസൈഡ് തൂങ്ങി മരിച്ചു. നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. അപ്പം കുട്ടികളെ സംബന്ധിച്ച് ഒരു ഫ്ലൈറ്റ് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ടെൻഡൻസി വരുമ്പോൾ മൊബൈലിലേക്കും പോകും, അല്ലെ ഇന്റർനെറ്റിലേക്കും പോകാം. അതുപോലെ തന്നെയാണ് ഈ സൂയിസൈഡിലേക്കും പോകുന്നത്. നമ്മൾ പേരന്റിങ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ടെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത ഒരു സാധനമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ സെക്ഷൽ അബ്യൂസ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പം നടക്കുന്ന അബ്യൂസ് നടക്കുന്നത് ഓൺലൈനിലാണ്. മക്കൾക്ക് ആരോടും പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്. ഒരു പെൺകുട്ടിക്ക് ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ്, ഓൺലൈൻ റിലേഷൻഷിപ്പ് ഉണ്ടായി. പേരൻസ് അറിയാതെയാണ് ആ ഒരു ഇവര് തമ്മിലുള്ള ഭയങ്കര അടുപ്പത്തിന്റെ പേരിൽ ആള് കുറച്ച് ഫോട്ടോസ് ചോദിച്ചു. ഫോട്ടോ പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു 24 വയസ്സിലെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന പ്രായം. അപ്പൊ നമ്മൾ ശരി തെറ്റുകളെ വേർതിരിച്ചറിയാനുള്ള ഒരു വിവേചന ബുദ്ധി കുറഞ്ഞിരിക്കും. എന്നാൽ നമുക്ക് പൊക്കം വണ്ണമൊക്കെ വെക്കും. ഇപ്പം അച്ഛൻ്റെ അത്രയും പൊക്കമായി, അമ്മയുടെ അത്രയും പൊക്കമായി, അപ്പം എനിക്ക് എന്റെ കാര്യം ചിന്തിക്കാനുള്ള കഴിവൊക്കെ ആയി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് അപ്പൊ പേരൻസ് പ്രത്യേകിച്ച് നീ വെറുതെ കുട്ടിയാന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു കുട്ടിയല്ല. അപ്പം ആ ഒരു ഐഡന്റിറ്റി ക്രൈസിന്റെ ഭാഗമായിട്ടാവാം. പ്ലസ് ഒരു സ്വാഭാവികമാണ്, ശരീരം വളരുമ്പോൾ നമുക്കറിയാം ഒരു പ്രണയം ഉണ്ടാകുക എന്നുള്ള ആ പ്രായത്തിൽ വളരെ സ്വാഭാവികമായിട്ട് അങ്ങനെ വന്ന്, പക്ഷെ അത് അതിരുകൾ പോയി. അത് ആളെ അയച്ച ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ കാമുകൻ എന്ത് ചെയ്തു, അത് വെച്ച് പിന്നെ തിരിച്ച് ഭീഷണിപ്പെടുത്താനും വിലപേശാനും തുടങ്ങി. പുള്ളിക്കാരൻ കൂടുതൽ ഫോട്ടോസും കൂടുതൽ വീഡിയോസും ചോദിക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് വേറെ രീതിയിൽ ഓൺലൈൻ വിട്ട് ഓഫ്ലൈൻ റിലേഷൻഷിപ്പ് വേണമെന്ന് ഇൻഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പെൺകുട്ടിക്ക് പേടിയായി. അപ്പൊ ആളുടെ കൂട്ടുകാരിയോട് പറഞ്ഞു, എടി ഇങ്ങനെ ഒരു പ്രശ്നത്തിൽപ്പെട്ടു. പക്ഷെ പേരൻസിനോട് പറഞ്ഞില്ല, കാരണം അച്ഛനെ അമ്മേനെ പേടിയാ. കാരണം അമ്മ അച്ഛനും പറഞ്ഞിട്ടുണ്ടോ വേലി ഇൻസ്റ്റ യൂസ് ചെയ്ത് പോരെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഇവരറിയാതെ ചെയ്യുന്നതായതുകൊണ്ട് ഇവരോട് പറയാൻ പറ്റുന്നില്ല. ലാസ്റ്റ് കൂട്ടുകാർ പറഞ്ഞ് പേടിക്കണ്ട, എനിക്കൊരു ഹാക്കറെ അറിയാമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ രണ്ടുപേരുടെ പിന്നെ ഈ ഹാക്കറെ കോണ്ടാക്ട് ചെയ്തു. ഹാക്കർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ അയച്ചു കൊടുത്ത ഫോട്ടോസ് എല്ലാം ഓക്കെ, വീഡിയോസ് അടക്കം എനിക്ക് അയച്ചു തരൂ, ഞാനൊന്ന് നോക്കട്ടെ. ലാസ്റ്റ് എന്ത് ചെയ്തു, ഇവർ ആ ഫോട്ടോസും വീഡിയോസ് എല്ലാം ഹാക്കർക്ക് അയച്ചു കൊടുത്തു. വേറെ വഴിയില്ലല്ലോ. പിന്നെ ഹാക്കർ ഇവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഓക്കെ, അദ്ദേഹം പറഞ്ഞു ഞാൻ കൂടുതൽ ഫോട്ടോ ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യും, ഇതുണ്ടാകും, നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് അവർ ഭയങ്കര ഒരു ക്രൈസിസിൽ പെട്ടിട്ട് പിന്നെ ആ കുട്ടി എന്താ പറയാ പേരൻസിനെ അറിയിക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് പല കേസുകളിലും പേരൻസും കുട്ടികളും തമ്മിലുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺലൈനിൽ കാണുന്നതെല്ലാം ശരിയാവണമെന്നില്ല. നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കാം, പക്ഷെ അത് ശരിയാവണമെന്നില്ല. ഇപ്പൊ അത്രച്ചും ഡീപ് ഫേക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ എൻ്റെ ഇപ്പൊ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ട ഒരു ഫോട്ടോയോ ഫേസ്ബുക്കിൽ ഇട്ട ഒരു ഫോട്ടോയോ അല്ലെ ഞാൻ പറഞ്ഞ എൻ്റെ കുറച്ച് വോയിസസോ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്നെ കൊണ്ട് ഏത് ഭാഷയും പറയിപ്പിക്കാൻ പറ്റും, എന്തും പറയിപ്പിക്കാൻ പറ്റും, എന്ത് വീഡിയോസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഡീപ് ഫേക്ക് സാധനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പം ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പില്ലാത്ത ഒരു ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്യരുത്, പ്രത്യേകിച്ച് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ്. ചിലപ്പോൾ അത് അങ്ങനെ സംഭവം ഉണ്ടാവില്ല. കാരണം അത് ചെയ്യാത്ത ഒരാളെ കുറിച്ച് ഒരു വീഡിയോ ആണ് അങ്ങനെ വരുന്നതെങ്കിൽ ആ വ്യക്തിക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ഭയങ്കര പ്രശ്നം. കാരണം ഓൺലൈൻ ഇപ്പം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കയറുന്ന സാധനമുണ്ട്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുള്ള ആർക്കും അറിയാം. ഇപ്പം അതായത് ഒരു ക്ലാസ്സിൽ വളരെ 10 പേർക്ക് നല്ല പൊക്കം ഉണ്ടെങ്കിൽ പൊക്കം കുറഞ്ഞ 10 പേര് കാണും. ഭയങ്കര വെളുത്ത 10 പേരുണ്ടെങ്കിൽ കുറച്ച് കറുത്ത 10 പേര് കാണും. അല്ലെങ്കിൽ ഓക്കെ മുടിക്ക് നീളമുള്ള 10 പേരുണ്ടെങ്കിൽ നീളം കുറഞ്ഞ നോർമൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ എല്ലാ ക്വാളിറ്റീസും നോർമലി ഡിസ്ട്രിബ്യൂട്ടഡാണ്. പക്ഷെ മാത്സിന് ഭയങ്കര ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് ചിലപ്പോൾ പാട്ടിന് ഭയങ്കര വളരെ മോശമായിരിക്കും. ഓക്കെ, ആ പുള്ളിക്കാരൻ പാട്ട് പാടിയപ്പോൾ അയ്യോ പാറപ്പുറത്ത് ചേരിട്ടിട്ട് ഒരു ചോല പാടില്ലേ എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇന്നത്തെ പ്രത്യേകത ഇപ്പം നമ്മൾ എത്രമാത്രം ഫേമസ് ആകുന്നു, നമ്മളെ എത്രമാത്രം ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, അത്രമാത്രം നമുക്ക് ഹേറ്റേഴ്സും ഉണ്ടാവും. ഓക്കെ, അപ്പം അവര് വന്നിട്ട് എന്താ വെച്ചാൽ നമ്മളെ കത്തിച്ച് കളയും. ഓക്കെ, നമ്മുടെ എത്ര ആൾക്കാർ ഡിപ്രഷനിലേക്ക് പോകുന്നു ഓൺലൈനിൽ പോയിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ആണ് അവരോട് പറയുന്നത്. നിങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു എന്ന് പറയുന്നു. അപ്പം ഭയങ്കരമായിട്ട് അത് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ 100 പേര് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വേറൊരു 100 പേര് നമ്മളെ വെറുക്കുന്നവരുണ്ടാവാം. ഇറ്റ്സ് ഓക്കെ. നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ നമുക്ക് തോന്നും ഞാനൊന്നും ചെയ്യാത്ത. നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലാൻ ആൾക്കാരുണ്ടെങ്കിൽ, ജീസസ് ക്രൈസ്റ്റിനെ കുരിശി തറയ്ക്കാൻ ആൾക്കാരുണ്ട്, നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? നമ്മളാരും വെടിവെച്ച് കൊന്നില്ല, കുരിശി തറച്ചില്ലെങ്കിൽ സന്തോഷം.
എന്താ നമ്മള് അത്രേ വന്നുള്ളൂ. ഇപ്പം നമ്മൾ അതുകൊണ്ട് ഇന്റർനെറ്റിലേക്ക് ഓൺലൈനിലേക്ക് പോകുമ്പം ധാരാളം ചതിക്കുഴികൾ ഉണ്ടാവാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ്. എപ്പോഴും പല പല ക്രൈസിസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. മക്കളെ നമ്മള് ഒരു കയ്യകലത്തിൽ നമ്മൾ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് കൊടുക്കുകയും അവിടെ എന്ത് തെറ്റ് ചെയ്താന്ന് തോന്നിയാലും എന്ത് പറഞ്ഞാലും, ഇപ്പം ഓൺലൈനിന്റെ കാര്യം മാത്രമല്ല, ജനറലി തന്നെ ഒരു കുട്ടിക്ക് 100 മാർക്കിന്റെ പരീക്ഷയ്ക്ക് 8 മാർക്ക് കിട്ടിയാൽ നേരെ കൊണ്ടുവന്നിട്ട് അമ്മ അല്ല അച്ഛ എനിക്ക് ഇത് 8 മാർക്കേ ഉള്ളെന്ന് ധൈര്യപൂർവ്വം പറയാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ടെങ്കിൽ എന്തോ അവർ നമ്മളോട് പറയും. അതേസമയം നിനക്ക് എന്താണ് 8 പോയെ, എന്തുകൊണ്ട് 80 കിട്ടിയില്ല, അപ്പുറത്തെ കുട്ടിക്ക് 99 ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ഒരു പേരൻസ് ആവണമെങ്കിൽ അവർ ഈ പറയുന്ന ഒരു കാര്യവും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇതിന്റെ ഒക്കെ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരന്റിങ്ങിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. അതുപോലെ തന്നെയാണ് ഉറക്കം. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്കൊരു സ്ലീപ്പ് വേക്ക്ഫുൾ സൈക്കിൾ ഉണ്ട്. ഓക്കെ, പല ആൾക്കാരും ഓൺലൈനിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നം സ്ലീപ്പ് ഡിപ്രൈവേഷൻ ഉണ്ടാകുന്നു. ഉറക്കത്തിനെ അത് സാരമായി ബാധിക്കുന്നു. നമുക്ക് ഉറക്കത്തിനെ നമ്മൾ ബാധിച്ചാലുള്ള ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 തരം സ്ലീപ്പ് ഉണ്ട്. ഒന്നാണ് REM സ്ലീപ്പ്, റാപ്പിഡ് ഐ മൂവ്മെന്റ്, കണ്ണ് ചലിക്കുന്ന ഉറക്കവും, NREM സ്ലീപ്പ്, കണ്ണ് ചലിക്കാത്ത ഉറക്കവും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഉറങ്ങി തുടങ്ങുമ്പോൾ ഒരു സ്ലീപ്പ് സൈക്കിൾ 1.5 മണിക്കൂറാണ്. സ്റ്റേജ് 1, 2, 3, 4 ബ്രെയിൻ വേവ്സ് അനുസരിച്ച് ചേഞ്ച് ചെയ്യും. അപ്പൊ ലാസ്റ്റ് ഫേസിലെത്തുമ്പോൾ നമ്മൾ ആ 1.5 മണിക്കൂർ ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ ആദ്യം നമ്മൾ കണ്ണ് ചലിക്കില്ലെങ്കിലും ലാസ്റ്റ് 20 മിനിറ്റ്സ് കണ്ണ് പതുക്കെ ചലിക്കും. ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകണമെങ്കിൽ 1 വയസ്സ് 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് നോക്കിയാൽ മതി. ഉറങ്ങുമ്പോൾ ഒരു പാല് കുടിക്കുന്ന പോലെ ഇങ്ങനെ കാണിച്ച് ചിരിക്കും. അപ്പൊ കണ്ണ് ഇങ്ങനെ ചലിക്കുന്ന കാണാം. ദാറ്റ് ഈസ് REM സ്ലീപ്പ്. അപ്പൊ നമ്മളെല്ലാവരും ഒരു 6 മണിക്കൂർ ഉറങ്ങുന്നെങ്കിൽ 1.5, 3, 4, 6 4 പ്രാവശ്യം 20 മിനിറ്റ് വെച്ച് മിനിമം 80 മിനിറ്റ് എങ്കിലും സ്വപ്നം കാണുന്നു. ആ സമയത്താണ് കൺസോൾട്ടേഷൻ ഓഫ് മെമ്മറീസ്, നമ്മളെ ഓർമ്മകളെ അടുക്കി പെറുക്കി വെക്കുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്, ബ്രെയിൻ പ്രോസസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കഴിച്ച ഭക്ഷണം അല്ലെ, നമുക്ക് ഇഡലി തിന്നാൽ ദോശ നമുക്കറിയാം ഉച്ചയാകുമ്പോൾ ദഹിക്കും, അല്ലെങ്കിൽ വൈകുന്നേരം ദഹിക്കും. അത് കാർബോഹൈഡ്രേറ്റ്സ് ആവും, പ്രോട്ടീൻസ് ആവും, വൈറ്റമിൻസ് ആയിട്ട് ഇങ്ങനെ മാറി ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്നത് പോലെ, ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എനർജി തരുന്നത് പോലെ നമ്മുടെ കാണുന്ന, കേൾക്കുന്ന, മണത്ത്, രുചിച്ച്, തൊട്ടറിഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ 5 സെൻസ് ഓർഗൻസിലെ ഇൻഫർമേഷനെ ബ്രെയിൻ കൺസോൾഡേറ്റ് ചെയ്യും, അടുക്കി പെറുക്കി വെക്കും. അപ്പൊ ആ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഡൈജഷൻ നടന്നില്ലേ നമുക്ക് വയറിന് സ്റ്റമക്ക് ഡിസ്കംഫർട്ട് വരുന്ന പോലെ നമ്മുടെ ഇൻഫർമേഷൻ പ്രോപ്പർ ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ ചില ഇൻഫർമേഷൻ ദഹിക്കാത്ത ഓർമ്മകളാകും. എപ്പോഴാ? നമുക്കൊരു ഇൻസൾട്ട് ഉണ്ടാകുമ്പോൾ, നമുക്കൊരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ, ഓക്കെ, നമുക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതൊന്നും ദഹിക്കില്ല. ഇതൊക്കെ അപ്പൊ 2 നെറ്റ്വർക്ക് നമ്മുടെ ഉള്ളിലുണ്ട്, പ്രോസസ്ഡും അൺപ്രോസസ്ഡും, അല്ലെ, അഡാപ്റ്റീവ്ലി പ്രോസസ്ഡും അഡാപ്റ്റീവ്ലി പ്രോസസ്ഡും. ഈ സാധനമാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് ഡിപ്രഷൻ വരുന്നു, എന്തുകൊണ്ട് നമുക്ക് ആങ്സൈറ്റി വരുന്നു, എന്തുകൊണ്ട് നമുക്ക് OCD വരുന്നു, എന്തുകൊണ്ട് നമുക്ക് സൈക്കോസൊമാറ്റിക് ഇൽനെസ് വരുന്നു, എന്തുകൊണ്ട് നമുക്ക് പല പ്രശ്നങ്ങളും വരുന്നു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രിഗർ ചെയ്യുന്ന മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ നമുക്ക് സിമ്പിൾ എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ 2 പേര് തമ്മിൽ വഴക്ക് പിടിക്കാൻ നോക്കിയാൽ മതി. ഒരു വഴക്ക് പറയുമ്പോൾ നിങ്ങൾ 10 കൊല്ലം മുമ്പ് എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, 8 കൊല്ലം മുമ്പ് ഇങ്ങനെ സംഭവിച്ചില്ലേ, 5 കൊല്ലം മുമ്പ്, കഴിഞ്ഞ 3 മാസം മുമ്പ് ഇങ്ങനെ സംഭവിച്ചില്ലേ, മിനിഞ്ഞാന്ന് അങ്ങനെ പറഞ്ഞില്ലേ. ഇന്നൊരു കാര്യം വരുമ്പോൾ അതിൽ നിന്ന് കണക്ട് ചെയ്ത് ഈ മെമ്മറി നെറ്റ്വർക്ക്സ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇതിനെ പ്രോപ്പർ ആയിട്ട് നമുക്ക് പ്രോസസ് ചെയ്യാനുള്ള EMDR എന്ന ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ഒക്കെ ഉണ്ട്, ഐ മൂവ്മെന്റ് ഡീസെൻസിറ്റൈസേഷൻ റീപ്രോസസിങ്. ചില കേസുകൾ നമുക്ക് CBT ഉപയോഗിക്കാൻ പറ്റും. പല തെറാപ്പി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില കേസുകൾ മെഡിസിൻ ആവശ്യം വരും, ചിലപ്പോൾ അതില്ലാതെ തന്നെയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കത് പ്രോപ്പർ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ആസ്പെക്ട് ആണ്. സ്ലീപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് ഇൻടേക്ക് വളരെ ആവശ്യമാണ്. പഠനം വളരെ ആവശ്യമാണ്. നമ്മുടെ വളർച്ചയ്ക്ക് അത് ആവശ്യമാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യം നേടുക, നമുക്കൊരു ജോലി ഇല്ലെങ്കിൽ, ജോലി കണ്ടാൽ നമുക്കറിയാം നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. നമുക്ക് ഞാൻ ഭയങ്കര യാത്ര ചെയ്യുന്ന ആളാണ്, ഒത്തിരി യാത്ര ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാൻ പറ്റും. പല കാര്യങ്ങൾക്കും നമുക്ക് ജോലി വേണം, നമുക്ക് വിദ്യാഭ്യാസം വേണം, നമ്മുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടണം, നമ്മുടെ ഫിസിക്കൽ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണം. അവിടെ ഒരു ഹെൽത്തി ഇന്റർനെറ്റ് യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർനെറ്റ് വേണം, വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അത് ഹെൽത്തി ആയിട്ടിരിക്കണം. ഇന്റർനെറ്റ് നമ്മളായിരിക്കണം ഇന്റർനെറ്റിന്റെ യജമാനൻ, ഇന്റർനെറ്റ് നമ്മുടെ യജമാനാകുന്ന അവസ്ഥ വരരുത്. ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ബുക്കിനെ ഞാനതിന് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പം കഴിയുന്നതും അതൊക്കെ ഒന്ന് മറ്റുള്ളവർക്ക് കൂടെ നമ്മൾ പങ്കുവെക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്താൽ വളരെ നന്നായിരിക്കും. ഞാൻ കുറച്ച് കൂടുതൽ സംസാരിച്ചു എന്ന സംശയം ആർക്കെങ്കിലും സംസാരിക്കാനോ ചോദിക്കാനുണ്ട്, തീർച്ചയായിട്ടും ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ ഞാൻ അതിന് മറുപടി പറയാം. ഹലോ. ഞാന് കുറച്ചു നാളായി ഇതിൽ കയറാണ്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഡോക്ടർ സന്ദീഷ്, എന്റെ പേര് പ്രേമ,
ഞാൻ പ്രചോദനം ബുക്ക് ക്ലബ്ബ് തുടങ്ങിയ കാലം മുതലുള്ള ഇതിലെ മെമ്പറാണ്. അതല്ലാതെ തന്നെ ഉഷയുടെയും ആലീസിന്റെ ഒക്കെ ഫ്രണ്ടാണ്. പിന്നെ ചില ബുക്കുകൾ ബ്രീഫ് ചെയ്യാറുണ്ട്. ഇതിപ്പോ ഇതൊരെണ്ണം ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് എനിക്ക് ആ ചാൻസ് നഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ആ ബുക്ക് ഉഷയോട് പ്രത്യേകം പറഞ്ഞ് എനിക്ക് വേണ്ടി വാങ്ങിപ്പിച്ച് ഞാൻ വായിച്ചു. താങ്ക് യു. അതെ, എനിക്ക് ആ ബുക്കിനെ പറ്റി എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം വളരെ എന്താണ്, നമുക്കൊരു ആൾക്ക് ഇപ്പൊ ഞാൻ അത്യാവശ്യം ഈ മൊബൈൽ അഡിക്ഷനെയും ഡ്രഗ് അഡിക്ഷനെ പറ്റി അത്യാവശ്യം ചെറിയ ക്ലാസ്സുകളൊക്കെ ചെറിയ കമ്മ്യൂണിറ്റിയില് റെസിഡൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ ചെറിയ സ്കൂളുകളില് അങ്ങനെയൊക്കെ പാരന്റ്സിന് ഒക്കെ കുറച്ച് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഉഷയ്ക്കും ആലീസിനൊക്കെ അറിയാം. ഞങ്ങളൊക്കെ ഒരുമിച്ചൊക്കെ സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പോയതാണ് ഞാനും ആലീസൊക്കെ കൂടെ. അപ്പൊ അതിലെനിക്ക് ഇതിലുണ്ടല്ലോ നമുക്കൊരു എന്താ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ ഞാൻ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒരുപാട് വേർഡ്സ്, ഒരുപാട് പുതിയ പുതിയ ടേംസ്, ഡിജിറ്റൽ ഡയറ്റിംഗ്, ഡിജിറ്റൽ ന്യൂട്രീഷൻ, ഡിജിറ്റൽ ലോഗ് ഇതൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഭയങ്കര, എനിക്കത് വായിച്ചപ്പോ ഇങ്ങനെ ഇവിടെ ഒരു ഭയങ്കര ത്രില്ലായി പോയി ആ വായിച്ചപ്പോ സത്യം പറഞ്ഞാല്. ഇങ്ങനെയൊക്കെ ഒരു വാക്കുകൾ നമുക്ക് കോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ. അങ്ങനെ ഒരു വേർഡ് ഉണ്ടായിരിക്കും, എന്റെ അറിവില്ലായ്മയായിരിക്കും. നേരത്തെ ഉള്ള വേർഡ് ആണോ എന്ന് എനിക്കറിയില്ല. അതോ ഡോക്ടർ സന്ദീഷ് ഉണ്ടാക്കിയ വേർഡ് കോയിൻ ചെയ്താണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അത് സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ഭാഷ എന്താണ് പണ്ഡിതനും കൂടി ആവേണ്ട ആളാണ് ഡോക്ടർ സതീഷ് എന്ന് എനിക്ക് തോന്നിപ്പോയി. അതെ, അത്രയ്ക്കും വളരെ 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 നന്നായിണ്ടാവും. ആ വേർഡ്സ് അങ്ങോട്ട് നമ്മുടെ തലയിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് എത്ര നമുക്ക് ആ ഒരു വേർഡ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ സംസാരിക്കാന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് ആ ഒരു ഇപ്പൊ ഇന്റർനെറ്റ് റൈറ്റിംഗ് എന്ന് പറയുമ്പം നമുക്ക് അത് മതി, ആ ഒരു വാക്ക് മതി. അതിൽ നമുക്ക് ബാക്കി ഊഹിച്ച് മാറ്റർ എന്താന്ന് വായിച്ചു കഴിഞ്ഞാൽ അപ്പൊ അത്രയ്ക്കും ഇൻഫർമേഷൻ ആണ് അതില്. പിന്നെ എനിക്ക് ഡോക്ടർ സന്ദീഷ് പറഞ്ഞ ഒരു കാര്യത്തിനോടാണ് ഏറ്റവും അവസാനമായിട്ട് ഇത് എങ്ങനെ എത്തിക്കും നമ്മള്. അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ സ്കൂളുകളില് ആദ്യത്തെ 2 ആഴ്ച ഡ്രഗ് അഡിക്ഷൻ എഗൻസ്റ്റ് ആയിട്ടുള്ള പരിപാടികളാണ് അല്ലെ. എല്ലാ സ്കൂളുകളും 2 ആഴ്ച അവർ ആഘോഷിക്കുകയാണ്. എത്രത്തോളം നടക്കും എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാനും ഒരു സ്കൂൾ മാനേജറാണ് ശരിക്കും പറഞ്ഞു കോഴിക്കോട്. അപ്പൊ ആ സ്കൂളിലും ഇതൊക്കെ നടക്കുന്നുണ്ട് പ്രവേശനോത്സവത്തിൽ. അപ്പൊ എന്റെ സിസ്റ്റേഴ്സിലൊക്കെ അങ്ങനെ പറയാറുണ്ട്, ഈ ആഴ്ച ക്ലാസ് ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. വളരെ നല്ല കാര്യം സർക്കാർ അങ്ങനെ എടുത്ത. പക്ഷെ ഈ ഇന്റർനെറ്റ് അഡിക്ഷൻ ഈ ഡ്രഗ് അഡിക്ഷനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ നമ്മൾ അറിയുന്നില്ല. ഒരു ഡ്രഗ് അഡിക്റ്റ് ആയ കുട്ടിയെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഒന്നുമില്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് അവരെ മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ബിഹേവിയറും അവരുടെ ഇതും ഒക്കെ. പക്ഷെ ഇന്റർനെറ്റ് അഡിക്ഷൻ അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ്. ഇതിനെങ്ങനെ ഇപ്പൊ ഞാനൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ കുറച്ചു പേർക്കൊക്കെ അറിയാം ഇങ്ങനെ ചെറുതായിട്ട് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. പക്ഷെ അപ്പൊ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഉടനെ ഓടി വരും, ആന്റി എന്റെ മോള് അല്ലെങ്കിൽ മോൻ ഇങ്ങനെ ഭയങ്കര ഇതാണ്, എപ്പ പറഞ്ഞാലും മൊബൈലിൽ ചോദിച്ചില്ല കൊടുത്തില്ലെങ്കിൽ വലിച്ചെറിയാണ്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ വെച്ചൊരു കൗൺസിലിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പലരും 1-2 പേരല്ല, ഒരുപാട് പേര് അങ്ങനെ തന്നെ സ്കൂളിൽ ഒരു ക്ലാസ് എടുക്കാൻ പോകുമ്പം ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പറയുമ്പോൾ അമ്മമാരും അവരുടെ വലിയ ക്ലാസ്സിലെ കുട്ടികളെ 8-ലും 9-ലും പഠിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ശരിക്കും എല്ലാ പിന്നെ റെമഡി ഈ ബുക്കിലുണ്ട്. എന്താണ് ഈ മൊബൈൽ വൈസ്നെസ് എന്ന് പറയുന്ന ഒരു സാധനം എന്താണെന്നും അത് കുട്ടികളിലെ അമ്മമാരും പാരന്റ്സും ശ്രദ്ധിച്ച് അത് മാറ്റിയെടുക്കണമെന്നും ഒരു പ്രായം വരുമ്പം കുട്ടികൾക്ക് തന്നെ ആ ഒരു മൊബൈൽ വൈസ്നെസ് വരും എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ ഇത് നമ്മുടെ ആലീസൊക്കെ നമ്മൾ പണ്ട് സ്കൂളുകളിൽ ഉണർവൊക്കെ ചെയ്ത പോലെ സാന്ത്വനെ ബേസ് ചെയ്തിട്ടോ എന്തായാലും ഇതുപോലെ ഇപ്പം ഇത് ചെയ്യുന്ന പോലെ ഒരു ഇന്റർനെറ്റ് അഡിക്ഷന്റെ ഒരു ക്ലാസ് അല്ലെ, അവയർനെസ് ക്ലാസ് സൗജന്യമായിട്ട് പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളിൽ കൊടുത്താൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ സന്ദീഷിനെ പോലെ ഉള്ളവരുടെ സപ്പോർട്ട് നമുക്കുണ്ട്. പക്ഷെ നമുക്കതിനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ്. എങ്കിലും നമ്മൾ എനിക്കൊക്കെ വയസ്സ് കുറയായി, ഇനിയിപ്പോ ഇറങ്ങിത്തിരിക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല. എങ്കിലും അതിനൊക്കെ അത്യാവശ്യം ചെയ്യാവുന്നതേ ഉള്ളൂ. ഡോക്ടർ സന്ദീപിന്റെ ഒരു എന്താണ് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ആയിട്ടൊക്കെ എടുത്തിട്ട് ഒരു ഡിസ്ട്രിക്റ്റിലെ മാക്സിമം സ്കൂളുകളില് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങളൊക്കെ അതിന്റെ അങ്ങനെ ഒരു ഐഡിയ തരികയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിലും മാക്സിമം ഞാൻ കോപ്പറേറ്റ് ചെയ്യാൻ വളരെ വളരെ സന്തോഷമുള്ള എനിക്കുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ഒരു ടൂള് തന്നെയുണ്ട്, അസസ്മെന്റ് ടൂളൊക്കെ ഉണ്ട്. ഇമോജൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ക്ലിനിക്കിന് ഇന്റർനെറ്റ് അഡിക്ഷൻ സ്കെയിലുണ്ട്. അതുപോലെ കേസ് ഹിസ്റ്ററി ഒരു സാധനമുണ്ട്. വേണമെങ്കിൽ അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. കഴിഞ്ഞ അതിന്റെ ഡേറ്റാസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് റിസർച്ചും കണ്ടക്ട് ചെയ്യാവുന്നതാണ്.
അല്ല, ഇത് ഇറങ്ങി തിരിച്ചാലേ നടക്കുള്ളൂ. ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങി തിരിച്ചാലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ അതെ അങ്ങനെ ഒരു ടീമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് തീർച്ചയായിട്ടും ഞാൻ വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഞാനിപ്പോ അങ്ങനെ ഒരു ആവശ്യങ്ങളോടും മനുഷ്യരോടൊക്കെയാണിത് പറയണത്. കാരണം ഞാൻ അത്ര അത് പ്രേമ മാം ആരാന്ന് കൂടി ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ. മാഡം അത് പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും അതെ സന്ദേശം എന്താണ് സന്ദേശം എനിക്കറിയാം, പക്ഷെ എന്നെ അറിയില്ല എന്നുള്ളതാണ്. പറഞ്ഞോളൂ ഞാൻ ആരാന്ന് പ്രേമ മാം, പറഞ്ഞു. അതായത് പ്രേമ മാം ഞങ്ങളൊക്കെ ഇഗ്നൂന്നാണ് എന്താ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിലാണ് ഞങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണേ. ബീങ് ഒരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു, നമ്മൾ അതിനോടുള്ള താല്പര്യം കൊണ്ട് അത് പഠിച്ചതാണ്. പക്ഷെ പഠിച്ചപ്പോഴാണ് നമ്മൾ ഇത്രയധികം പ്രാധാന്യം ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്ന്. കാരണം ഡയബറ്റിക്സ് ആയിരുന്നു എന്റെ റിസർച്ച് ടോപ്പിക്. അപ്പോ കേരളത്തിൽ 5-ൽ ഒരാൾക്ക്, ഇപ്പൊ അത് 3-ൽ ഒരാളായി എന്ന് പറയുന്നു. അതിന്റെ എല്ലാം പിന്നിലുള്ള കാരണം ഇതാണ് എന്നുള്ളതാണ്. പക്ഷെ ഇത് എന്തുകൊണ്ട് ഞാനിപ്പോ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് റസീന മാഡും പ്രേമ മാഡും ആലിസ് മാഡും ഒക്കെ അവരുടെ ഈ ഒരു ഏജിലും അവർ അത്രമാത്രം ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇഗ്നൂന്റെ കൊച്ചിയിലെ ഇതിന്റെ ഡയറക്ടർ ആയിരുന്നു പ്രേമ മാം, സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ പ്രേമ മാഡം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അധികം, കാരണം ഒരു ബാച്ചില് 150 ആയിരുന്നു ഞങ്ങളുടെ സമയത്ത്. ഇപ്പൊ 300+, 400+ ആൾക്കാരാണ് വില്ലിംഗ്ലി എന്ന് വെച്ച് കഴിഞ്ഞാല്. കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്മിഷൻ 900 ആണ്. ഞാൻ പോരുന്നതിന്റെ തൊട്ട് മുമ്പത്തെ അഡ്മിഷൻ 900 ആണ്. അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് പഠിക്കണതാ സൈക്കോളജിയാണ്. മറ്റേത് നമ്മള് ഒരു കരിക്കുലത്തിന്റെ ഭാഗമായിട്ട്, കാരണം ഞങ്ങളൊക്കെ ഇന്റേൺഷിപ്പിന് പോകുമ്പോ ഒരു പ്രൊഫഷൻ ഉണ്ടായിട്ട് ഒരു ക്ലിനിക്ക് നടത്തിയിട്ട് നിങ്ങൾ എന്തിനാ ഈ ഇന്റേൺഷിപ്പിന് വരണേന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുമായിരുന്നു. അപ്പോ ശരിക്കും ഈ പ്രേമ മാം പറഞ്ഞൊരു കാര്യം നമുക്ക് പുൾ ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും പ്രചോദനയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്തായാലും ശ്രമിക്കും. കാരണം ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോ ആലിസ് മാഡം വോട്ട് ഓഫ് താങ്ക്സിൽ അത് പറയും, എവിടെയാ നമുക്കൊരു ക്ലാസ് എടുക്കാൻ കിട്ടുക ഉഷ, ഇതില് ഒരുപാടധികം കാര്യങ്ങളുണ്ട് എന്ന് മാഡം പറഞ്ഞേ ഉള്ളൂ. അപ്പോ ഇനിയും 1-2 പേർക്കൊക്കെ ഡൗട്ട് അവരുടെ ഒരു ഫീഡ്ബാക്ക് പറയണമെന്നുണ്ടാവും. എന്നാലും ഒഫീഷ്യലി ഇത്രയും നേരം ആലിസ് മാഡം ക്ഷമയോടെ ഇരിക്കുന്നത് മാഡത്തിന്റെ ഒരു എന്താ പറയുക ഇൻസൈറ്റ് ഷെയർ ചെയ്യാനും ആശംസ ഷെയർ ചെയ്യാനും വോട്ട് ഓഫ് താങ്ക്സ് ഷെയർ ചെയ്യാനാണ്. സോ ഓവർ ടു ആലിസ് മാം. താങ്ക് യു ഉഷ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇതില് ഞാൻ ആദ്യമായിട്ട് ഒരു സന്തോഷ വാർത്ത പറയാണ്. ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ചിന്തിച്ചതാണ്, ഈ ബുക്ക് വാങ്ങിച്ചിട്ട് ഈ എന്റെ റെസിഡൻസിലുള്ള കുട്ടികളുള്ള വീടുകളിൽ കൊടുക്കാം ഫ്രീ ആയിട്ട് എന്നിപ്പോ ഞാൻ അങ്ങനെയാണ് തീരുമാനം എടുത്തു ഇപ്പൊ തന്നെ. പിന്നെ അതുപോലെ തന്നെ പ്രേമമാം പറഞ്ഞു നിർത്തിയോടത്തെന്ന് പറയാണ്, ഞങ്ങൾ ഒരു 10 ടീച്ചേഴ്സ്, പ്രേമമാം ഉൾപ്പെടെയുള്ള 10 റിട്ടയർഡ് ടീച്ചേഴ്സ് സാന്ത്വന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കച്ചേരിപ്പടിയിൽ. അപ്പൊ അവിടെ ഞങ്ങൾ ഒന്നിച്ചു കൂടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കേരള കൗൺസിലേഴ്സ് ഫോറത്തിന്റെ മെമ്പേഴ്സ് ആണ് ഞങ്ങളെല്ലാം. ഞാൻ അതിന്റെ സെക്രട്ടറിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത്, മാം ഒക്കെ കൂടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എറണാകുളത്തുള്ള സ്കൂളുകളിൽ പോയിട്ട് ഫ്രീ ആയിട്ട് ഞങ്ങളുടെ കയ്യിൽ പൈസ എടുത്ത് ഞങ്ങള് ഊബർ വിളിച്ചിട്ടൊക്കെ പോയി ഒരു 2-3 വർഷക്കാലം ഉണർവ് എന്ന് പറഞ്ഞ ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. അപ്പോഴാണ് കൊറോണ വന്നത്. കൊറോണ വന്നപ്പോ നമ്മളെല്ലാം ഛിന്ന ഭിന്നമായി പോയി. പ്രേമമാമിന് അതികഠിനമായ കൊറോണയും അസുഖങ്ങളും കരൾ മാറ്റിവെക്കല് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. അപ്പം അതാണ് മാഡം പറഞ്ഞത്, ഇനി മാഡത്തിന് പറ്റുമോ എന്ന് അറിയില്ല. കാരണം മാഡത്തിന്റെ ഒക്കെ ഒരു ഇനിഷ്യേറ്റീവിൽ ഞങ്ങൾ ഇങ്ങനെ കുറെ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് ഒരു നല്ല പോസിറ്റീവ് അപ്രോച്ച് ഒന്നും ആയിരുന്നില്ല. നിങ്ങൾ ഇങ്ങനെ വന്നാൽ ഞങ്ങളുടെ സിലബസ് തീരില്ല എന്നായിരുന്നു പല സ്കൂളുകളും പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ. കാരണം നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് അവരുടെ സബ്ജക്റ്റ് പോലും എടുപ്പിച്ചു അവിടെ ചെന്നപ്പം. കാരണം ഞങ്ങൾ ഈ പ്രവർത്തനത്തിന് ചെന്ന ആൾക്കാരെ. അപ്പൊ അങ്ങനെ ഒരു ഇപ്പൊ എനിക്കിത് വായിച്ചപ്പോ തോന്നിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഇതെന്തുകൊണ്ട് നമ്മളുടെ സ്കൂളുകളിൽ വിതരണം ചെയ്തിട്ട് പേരൻസിന്റെ കയ്യിലേക്ക് ഇതിന്റെ ഒരു കോപ്പി കിട്ടുക എന്നുള്ളത്. പേരൻസ് അത് വായിക്കുന്നത് മലയാളമാണല്ലോ, അപ്പം വളരെ ഈസി ആയിട്ട് എല്ലാവരിലും എത്താൻ പറ്റും. ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ഇത്രയും ഈസി ആയിട്ട് എത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു മോട്ടീവ് അല്ല ഒരു ഇത് ഓരോരുത്തരും എവിടെയെങ്കിലും ആരെങ്കിലും ഓർഗനൈസേഷനോ അതുപോലെ ലയൺസ് ക്ലബ്ബ് പോലെയുള്ള സംഗതികളൊക്കെ അത് എടുത്തിട്ട് അവർക്ക് പൈസ ഉണ്ടല്ലോ, അപ്പൊ അതിങ്ങനെ വാങ്ങിച്ചിട്ട് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് സ്കൂളുകളിൽ ഇപ്പൊ നമ്മൾ 10 പേരൻസിന് കൊടുത്തിട്ട് ഒരു പേരന്റ് വായിച്ചാലും മതി, അത്രയും രക്ഷയായില്ലേ. അപ്പൊ അങ്ങനെ ഈ ബുക്കിൽ എല്ലാം ഉണ്ട്. ഇത് സാധാരണ ഒരു ബുക്ക് എഴുതുമ്പോൾ ആൾക്കാർ കുറെ പ്രോബ്ലംസ് എഴുതി വെക്കും, അത് കഴിഞ്ഞിട്ട് അതിന്റെ സൊല്യൂഷൻ അവസാനം ഉണ്ടാവില്ല.
ഇതിനകത്ത് സൊല്യൂഷൻ പാർട്ടാണ് വെരി ഇമ്പോർട്ടൻറ്റ്, പേരൻസിനുള്ള പാർട്ട്. ഇതിപ്പം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച് നാളായിട്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഓഡിയോകളാണ് ആദ്യം കേട്ടത്. പക്ഷെ എനിക്ക് ഇന്നലെയാണ് ഈ ബുക്ക് ഇവിടെ തന്നിട്ട് പോയത് വീട്ടില്. അപ്പൊ ഞാൻ ഈ ഒരു ദിവസം കൊണ്ട് അതിന് 3/4 ഭാഗം വായിച്ചു തീർത്തു. കാരണം വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എവിടെയും പോയി പറയാൻ പറ്റുന്ന ഒരു, പെട്ടെന്ന് ഒരു ക്ലാസ് എടുക്കുന്ന പറയുമ്പോൾ പോലും പറയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ട് ചിലതൊക്കെ, പക്ഷെ ഇതിൽ അടുക്കായിട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അത് പ്രേമ മാഡം പറഞ്ഞ പോലെ തന്നെ ഇത് കുറെ ആൾക്കാരിലേക്ക് എത്തിക്കുക. നമ്മളൊരു ക്ലാസ്സിൽ 35 കുട്ടികളോട് ഇത് പറഞ്ഞു കൊടുത്താൽ 10 കുട്ടികൾ കേട്ടാൽ അത്രയായി. അങ്ങനെയുള്ളൊരു ഇതിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളത്, അത് ഗവൺമെന്റ് തലത്തിലോ എങ്ങനെയെങ്കിലും നമുക്കതൊന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ബുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ്. സാറ് പറഞ്ഞ പോലെ സാർ അതിന്റെ റോയൽറ്റി പോലും എടുക്കുന്നില്ല. അപ്പൊ അത് എടുക്കുന്നില്ല. അപ്പൊ നമുക്കിത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഈസിയാണ്. ഏതെങ്കിലും ഇങ്ങനെ നമ്മൾ പരിചയമുള്ളവരോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഇതിനകത്ത്. അപ്പൊ അവരൊക്കെ ഒന്ന് നമുക്കൊരു പ്രോജക്ട് പ്രപ്പോസലായിട്ട് കൊടുക്കണം. അപ്പോഴേ എന്നിട്ട് സർക്കാരിലെ ഇൻഫ്ലുവൻസ് ഉള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ, അതാണ് അതിനുള്ള വേ ഔട്ട് പറഞ്ഞു തന്നാല് തീർച്ചയായിട്ടും വളരെ സന്തോഷമായിരിക്കും. നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാം സാറേ. കാരണം ഇത്രയും ബുക്കുകൾ ഞങ്ങൾ വായിച്ചു, 50 ബുക്കുകൾ ഞങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റതിലെല്ലാം മെന്റൽ ഹെൽത്തിന്റെ ഒരേ അംശങ്ങൾ ഉണ്ടെങ്കിലും ഇതിനകത്ത് മെന്റൽ ഹെൽത്ത് ആണ് ഫുള്ളായിട്ട്. അപ്പൊ നമ്മളെല്ലാവരും രോഗം വന്നാൽ ചികിത്സിക്കും, പക്ഷെ മെന്റൽ ഹെൽത്തിന്റെ കാര്യം പറയുമ്പോൾ ഈവൻ ഞങ്ങളുടെ അടുത്ത് വരുന്ന ഡോക്ടേഴ്സ് പോലും അക്സെപ്റ്റ് ചെയ്യില്ല ഇങ്ങനെ ഒരു പ്രശ്നം. പക്ഷെ കംപ്ലീറ്റ്ലി നമുക്ക് ഇന്റർനെറ്റ് വേണ്ടാന്ന് വെക്കാനും പറ്റില്ല. കാരണം നമ്മളുടെ ഈ പരിപാടി തന്നെ നടക്കുന്നത് ഇന്റർനെറ്റിന്റെ അല്ലാതെ നടക്കൂലല്ലോ. അതുപോലെ തന്നെ എനിക്ക് ഈ RRT, ഈ കോവിഡ് സമയത്ത് RRT ടീമിൽ ഉണ്ടായിരുന്നു ഞാൻ, ഇങ്ങനെ ഈ കൗൺസിലിംഗ് കൊടുക്കുന്ന ടീമില്. അപ്പം ഒരു ദിവസം നമുക്കൊരു 20 അല്ല 50 പേരെ തരും, അവരെല്ലാം വിളിക്കണം അങ്ങനെ. അപ്പൊ അതൊക്കെ അന്ന് ഭയങ്കര പ്രയോജനപ്പെട്ടു ഇത്. കാരണം വെച്ചാൽ ആ മൊബൈൽ കൊണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന പല ആൾക്കാർക്കും ഒരു സാന്ത്വനമേകാൻ നമുക്ക് അതുകൊണ്ട് സഹായിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ ഇത് തുടങ്ങിയത് തന്നെ ഈ കൊറോണ കാലത്താണ്. ഞങ്ങളുടെ കൂട്ടായ്മ ക്രിയേറ്റീവ് തിങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഞങ്ങൾ തുടങ്ങുമായിരുന്നു. ലേഡീസ് ഉള്ളിയായിരുന്നു അന്ന്. അങ്ങനെ ഒരു 10-40 പേര് പല പ്രൊഫഷനിൽ നിന്ന് വന്നിട്ടാണ്, അതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഈ ബുക്ക് ക്ലബ് എന്നൊക്കെ പറഞ്ഞ ആശയങ്ങളൊക്കെ തന്നെ. അപ്പൊ ഇതൊക്കെ ഇന്റർനെറ്റ് നമുക്ക് മാറ്റി വെക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ പരിചയപ്പെട്ട 2 ഫാമിലിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാല്, 2 ഫാമിലി എന്ന് പറഞ്ഞാൽ, ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രാൻഡ് പേരന്റ്. ഡോക്ടർ പലപ്പോഴും പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഗ്രാൻഡ് പേരന്റ് ആണ് വന്നത്. മകളുടെ കുട്ടീനെ കുറിച്ചിട്ടാണ്. മകളുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പൊ മകളുടെ കുട്ടി ഈ പറഞ്ഞു വന്നപ്പോ മനസ്സിലായെന്ന് വെച്ചാൽ അവൻ റീൽസ് ചെയ്യിക്കുകയാണ്. 8 വയസ്സായ കുട്ടിയാണ്. അവന് എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. കാരണം മൊബൈൽ ഉണ്ട്, ടാബ് ഉണ്ട്. പിന്നെ ഈ അച്ഛനും അമ്മയും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് പല സ്ഥലങ്ങളിലും പോയി റീൽസ് ചെയ്യിക്കുക. അപ്പം അവൻ അവിടെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഈ ഇന്റർനെറ്റ് ഉപയോഗത്തില്. അപ്പൊ അവൻ അതൊക്കെ ചെയ്തില്ലെങ്കിൽ അപ്പൊ അവൻ വയലന്റ് ആവും. ഇത് എന്ത് ചെയ്യണം മാഡം എന്ന് ചോദിച്ചിട്ട് ഗ്രാൻഡ് മദർ ആണ് വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ ആരെയാ കുറ്റപ്പെടുത്തേണ്ടത്? ഉള്ളി പേരൻസ്. ഈ പേരൻസ് ആണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. എന്റെ മോൻ അത് ചെയ്യണം. ഈ 8 വയസ്സായ കുട്ടിക്ക് കൊടുക്കേണ്ടാത്ത സാധനങ്ങളെല്ലാം കൊടുത്ത് അവനെ ഒരു ഹൈലൈറ്റ് നിർത്തിയേക്കാണ്. അവന്റെ റീൽസ് യൂട്യൂബ് ഉണ്ട്, അവന് സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്നു. ഇതെല്ലാം എന്നെ കാണിച്ചു തരികയും കൂടെ ചെയ്തു, ഇത് ചെയ്ത കാര്യങ്ങളെല്ലാം. കാരണം അത് ഒന്നും മോശമായ കാര്യങ്ങളൊന്നും അല്ല റീൽസ് ചെയ്യണേ, പക്ഷെ അവനെ ആ വേൾഡിലേക്ക് കൊണ്ടുവന്നു. അതിൽ നിന്ന് അവന് മാറാൻ പറ്റില്ല. അത് കൊടുക്കാതിരുന്നാൽ, അത് ചെയ്യാതിരുന്നാൽ അപ്പോൾ വയലന്റ് ആവും. അപ്പൊ അതേപോലെ തന്നെയാണ് വേറൊരു ഫാമിലി, എനിക്ക് നല്ല പരിചയമുള്ള ഒരു ഫാമിലിയാണ്. നമ്മളെപ്പോഴും മീറ്റ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അച്ഛനും അമ്മയും 3 പെൺകുട്ടികളാണ്. 10ാം ക്ലാസ്സിൽ താഴെയുള്ളതാണ്. 10ാം ക്ലാസ്സിൽ താഴെയുള്ള 3 പെൺകുട്ടികൾ. ഇതുവരെ അവർക്ക് മൊബൈലില്ല. അപ്പൊ ഞാൻ ചോദിച്ചേ, അപ്പൊ അമ്മ പറയുന്നത് അവർ ഇതുവരെ മൊബൈൽ ചോദിച്ചിട്ടില്ല. ഒരു ഗ്രൂപ്പിലൊരു ഫോട്ടോ എടുത്തിടാൻ പോലും അവർ സമ്മതിക്കില്ല. എവിടെയെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യാൻ പോലും അവർ സമ്മതിക്കില്ല, ഈ 3 പേരും. അപ്പം ഈ 3 കുട്ടികളും അപ്പൊ ഞാൻ ചോദിച്ചു അവരുടെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ. അത് അച്ഛന്റെ അമ്മയുടെയും മൊബൈൽ ഉണ്ട്, ഞങ്ങളുടെ ഡ്രോയിങ് റൂമിൽ കമ്പ്യൂട്ടർ ഉണ്ട്, അപ്പൊ അതിൽ നിന്നൊക്കെ അവർക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇതുവരെ ഞങ്ങളുടെ അടുത്ത് എനിക്കൊരു മൊബൈൽ വേണം സർ എന്ന് ചോദിച്ചിട്ടില്ല എന്ന്. അപ്പൊ അത് ആ പേരന്റിങ്ങും ഈ പേരന്റിങ്ങും കൂടി നമ്മളൊന്ന് കമ്പയർ ചെയ്യേണ്ടതാണ്. എവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം പേരന്റിങ് തന്നെയാണ്. സാർ ഇടയ്ക്ക് പറഞ്ഞു അത്. ആ പേരന്റിങ് തന്നെയാണ് ഇതിനകത്ത്. ആ പേരന്റ് ശരിയാണെങ്കിൽ അവിടെ എല്ലാം ശരിയാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾ പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഈ കുട്ടികൾ പഠിക്കാത്ത കുട്ടികളാണ് ഈ മൊബൈൽ അഡിക്ഷൻ ആയിട്ട് നമ്മുടെ അടുത്തൊക്കെ വരുന്നത്.
പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ്. പക്ഷെ അത് പേരന്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവന് കമ്പ്യൂട്ടറിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് അവന് മാത്സ് പഠിച്ചുകൂടാ എന്നാ ചോദിക്കുന്നത് നമ്മളോട്. മാത്സ് പഠിക്കാൻ ഡിസ്കാൽക്കുലിയ ഉള്ള ഒരു കുട്ടിക്ക് മാത്സ് പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു അവിടെ എല്ലാം എനിക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുന്നത് പേരൻസിന് മാത്രമാണ്. പേരൻസ് അത് സമയാസമയങ്ങളിൽ ഡോക്ടർ പറഞ്ഞവര് അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, കൃത്യസമയത്ത് എന്റെ അടുത്ത് കൊണ്ടുവന്നെങ്കിൽ എന്റെ മകളിൽ നിന്ന് ഉണ്ടാവുമെന്ന്. അപ്പൊ അതേപോലെ കൃത്യസമയത്ത് കൊണ്ടുവരികയാണെങ്കിൽ, അതുപോലെ കൃത്യസമയത്ത് അവർക്കൊരു ഡൗട്ട് തോന്നുമ്പോൾ ഒരു ഹെൽപ്പ് എടുക്കുക. ആ ഹെൽപ്പ് എടുക്കാൻ സാധിച്ചാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മാറാനായിട്ട് സാധിക്കും. ഇതുപോലെ മാറ്റിക്കളയാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലാതെ ഇന്റർനെറ്റും ഈ സംഭവങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനിരിക്കണേ ഉള്ളൂ. അപ്പൊ പിന്നെ നമുക്കത് മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ, ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റില്ല. അത് കറക്റ്റ് യൂസിന് പേരൻസ് അവിടെ ഒരു പേരൻസ് ആൻഡ് ടീച്ചേഴ്സ്, അതാ ഞാൻ പറഞ്ഞത്, സ്കൂളിൽ ഈ ബുക്കുകളൊന്ന് വിതരണം ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അതൊരു പാഠത്തിന്റെ പാഠഭാഗമായിട്ട് പോലും എടുക്കാൻ പറ്റുന്ന ഒരു ബുക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സിലബസിൽ കൂടി എടുത്തൊരു കൈപ്പുസ്തകമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ പേരൻസിന് കൊടുത്താൽ തന്നെ ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുവിധ അറിവുകൾ അവർക്ക് കിട്ടും. എങ്ങനെയാണ് എന്റെ കുട്ടി ഇതിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരിക്കലും അവർ സമ്മതിക്കില്ല. അയൽവക്കത്തെ കുട്ടീനെ അല്ലെങ്കിൽ സ്കൂളിനെ അല്ലെങ്കിൽ പോകുന്ന വഴിയെ എല്ലാം കുറ്റപ്പെടുത്തിയാലും എന്റെ മോനെ കുറ്റപ്പെടുത്താൻ സമ്മതിക്കില്ല. ഈ ടീനേജുകാർ പറയുന്ന എല്ലാം വിശ്വസിക്കരുതെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും അവരതിലേക്ക് അടുക്കാനായിട്ട് തോന്നില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, എന്തും പറയാനായിട്ട് പേരൻസിന്റെ അടുത്ത് വരാനായിട്ടുള്ള ഒരു കുട്ടിക്കൊരു തോന്നൽ അല്ലെങ്കിൽ കുട്ടിക്കൊരു സ്നേഹം അല്ലെങ്കിൽ ഊഷ്മളത ഉണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. എങ്ങനെയായാലും ഇത്രയും നല്ലൊരു ബുക്ക് എന്ന് ഞാൻ പറഞ്ഞ, ഇത്രയും പ്രയോജനപ്രദമായ ഒരു ബുക്ക് എഴുതിയ സാറിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇത് വായിച്ച ഡോക്ടർ ബിന്ദു, ബീന മാം, അതുപോലെ തന്നെ അമീനത്ത്, രഞ്ജിനി, ഇവര് വളരെ അവരുടെയും കൂടി ഐഡിയാസ് ഒക്കെ കൂട്ടിച്ചേർത്ത് വായിച്ചത് കൊണ്ട് എനിക്ക് ഈ ബുക്ക് ഒരു ദിവസം കൊണ്ട് വായിക്കാൻ പറ്റി. അത് ഞാൻ ഓഡിയോ കേട്ടിരുന്നു. അപ്പൊ മനോഹരമായിട്ടാണ് ഇത് വായിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് ഈ ബുക്ക് ക്ലബിലുള്ള എല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും. ഈ ബുക്ക് എല്ലാവരും വായിക്കണം. അതുപോലെ തന്നെ വായിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. കാരണം എന്നെ പോലുള്ളവരൊന്നും ഇനി ഇത് വാങ്ങി ഇവിടെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാനത് ആർക്കെങ്കിലും കൊടുക്കുക. എന്റെ ബുക്ക് സ്റ്റിൽ വിത്ത് ഉഷയുടെ കയ്യിലാണ്. ഉഷയുടെ ബുക്കാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ബുക്ക് ഞാൻ ആർക്കെങ്കിലും കുട്ടികളുള്ളവർക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ തീരുമാനിച്ചു. അതുപോലെ കുറച്ച് ബുക്കുകൾ വാങ്ങിച്ചു. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ ദ ബുക്ക് ക്ലബ് മെമ്പേഴ്സ്. ഈ 50ാമത് ബുക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാം കൂടി ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും ഒരു റോളും ഇല്ല അതിനകത്ത്. എല്ലാവരും വളരെ സ്നേഹത്തോടെ ഈ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വായിക്കാൻ തയ്യാറായിട്ട്, നമ്മൾ ആര് വായിക്കും എന്ന് ചോദിക്കുമ്പോഴേക്കും വായിക്കാനായിട്ട് ഈ 5 പേരെ വായിക്കാൻ വേണമെന്ന് ഉഷ ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം 5 പേരുടെ പേര് റെഡിയായി. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കോപ്പറേഷനിൽ കൂടിയാണ് നമ്മൾ ഈ ബുക്ക് ക്ലബ്ബ് നടത്തിക്കൊണ്ടുവന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാനൊരു സാധനം ഏക്കെല്ലാം നമ്മൾ എല്ലാവരും ഉള്ളതല്ലേ, ഒരു സാധനം കാണിച്ചു. ജസ്റ്റ് ഇങ്ങനെ ടാപ്പിംഗ്, ഇറ്റ്സ് കോൾഡ് ബട്ടർഫ്ലൈ ഹഗ്. ഇത് കണ്ടോ, നമ്മൾ കൈ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു പൂമ്പാറ്റ പോലെ. ഫേവറേറ്റ് സാധനമാണ്. വണ്ടു ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്ട്രെസ് ഒത്തിരി കുറയാൻ നല്ലതാണ്. ജസ്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ വെറുതെ ഒന്ന് വെക്കുക, ഒന്ന് കണ്ണടയ്ക്കുക. ഓൾട്ടർനേറ്റീവ് ആയിട്ട് 1 2 എന്നുള്ള രീതി 1 2 1 2 ടാപ്പ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ മനസ്സിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതെങ്കിലും നമുക്ക് ജീവിതത്തിൽ അച്ചീവ് ചെയ്ത അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷം തോന്നിയ ഒരു ഇൻസിഡന്റ് കൂടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയ കുറച്ചുകൂടെ നമ്മൾ നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് നമുക്ക് ഉണ്ടാകും. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കിയാൽ 10 ടാപ്സ് മതിയേ. 1 2 സ്ലോലി. ഇത് പ്രചോദനയുടെ ഒരു മാസ്റ്റർ പീസ് ആണ് സാറേ. ആണോ? ഞങ്ങൾ എപ്പോഴും ക്ലാസ് എടുക്കാൻ പോയി ചെയ്യിക്കുന്നല്ലേ? എന്നാ പിന്നെ ഓക്കെ, അറിയാലോ. ഇത് നമ്മുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ പ്രോസസ് ആണ്. അത് നമ്മൾ EMDRലൊക്കെ നമ്മൾ വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്, ബൈലാറ്ററൽ സ്റ്റിമുലേഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ് ആണ്. ചെയ്യുന്നതാണെങ്കിൽ പിന്നെ എല്ലാവർക്കും അറിയാലോ. വളരെ സന്തോഷം. സ്ട്രെസ് പറയുന്നത് വളരെ നല്ലൊരു സാധനം. ഞാനും പലയിടത്തും ക്ലാസ് എടുക്കാൻ പോകുമ്പോ ഈ സാധനം ഇങ്ങനെ കാണിച്ചു കൊടുക്കാറുണ്ട്. ഞങ്ങളും ക്ലാസ്സുകളിൽ ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അത് ഏത് ലെവലിലുള്ള ആൾക്കാർക്ക്, റെസിഡൻസ് അസോസിയേഷനിൽ വയസ്സായവർക്കാണെങ്കിലും നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. ഇത് വളരെ ഇല്ലാത്ത ആരും ഇല്ലല്ലോ. അതെ അതെ അതെ. അപ്പം വളരെ സന്തോഷം. അതെ, അതായത് ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ചുമക്കിനൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ആരോഗ്യപരമായിട്ട് പ്രശ്നമുള്ളപ്പോഴും ഇത്രയും നേരം നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്തതിന് ഒരുപാടധികം നന്ദി അറിയിക്കുന്നു.
ഒരൊറ്റ ചോദ്യം ഇനി ആർക്കെങ്കിലും ഇനിയിപ്പോ ഓപ്പർച്യൂണിറ്റി ആർക്കെങ്കിലും കൊടുത്തില്ല എന്നുള്ള ആർക്കും പരാതി ഉണ്ടാവില്ലായിരിക്കും. ആർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഇല്ല. ഓക്കെ. എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഡോക്ടർ ബുക്കിലുണ്ട്. അതെ, അതുമല്ല, അതാണ് ഞാനൊരു ചോദ്യം കരുതി വെച്ചതാണ്. ഡോക്ടർ അത് ചോദിക്കാതെ തന്നെ പറഞ്ഞു സ്ലീപ്പിന്റെ ഇമ്പോർട്ടൻസ്. കാരണം ഞാൻ ഡെന്റൽ കോളേജിൽ സ്റ്റുഡന്റ് കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ദ കറന്റ് സിറ്റുവേഷനിൽ അവർക്ക് പിറ്റേ ദിവസം രാവിലെ വന്ന് ക്ലാസ്സിൽ അത് വെച്ചാൽ റിസീവിങ് പ്രോപ്പർ ആവണമെങ്കിൽ ഉറക്കം പ്രോപ്പർ ആവണം. ആ 2 മണി 3 മണി വരെയൊക്കെയാണ് ഉറക്കം എന്നുള്ളത് എഫക്ട്. അത് പഠിച്ചിട്ടല്ല, അതാണ് മെയിൻ കാര്യം. ഇത് ഫോണാണ് അവിടെ പ്രശ്നം. അപ്പൊ ഉറക്കം നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നു എന്ന ഒരു അവയർനെസ് വളരെ എന്താ പറയുക ശക്തമായി കുട്ടികളിലേക്ക് എത്തേണ്ട ഒരു കാലഘട്ടമായി. അപ്പൊ തീർച്ചയായിട്ടും സ്ലീപ്പ് എന്നുള്ള ബുക്ക് വായിച്ചിരുന്നു. മാത്യു വാക്കറിന്റെ അത് എത്രാമത്തെ ബുക്കാന്ന് ഓർക്കുന്നില്ല. അത് വളരെ ഇഫക്റ്റീവ് ആയിരുന്നു അത്. ശരി, തീർച്ചയായിട്ടും. ഒപ്പം എനിക്ക് ഞാൻ ഒരിക്കൽ കൂടി ആലിസ് മാഡത്തിനും ഡോക്ടർ ഉഷ പിന്നെ പ്രേമ മാഡം, തീർച്ചയായിട്ടും മാഡത്തിന്റെ ഫർദർ ഹെൽപ്പ് കിട്ടിയ വളരെ എല്ലാവരുടെയും നല്ല, അതുപോലെ ഡോക്ടർ ബിന്ദു എന്റെ വളരെ, എനിക്ക് എപ്പോ എന്ത് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ പറ്റുന്ന ഒരാളാണ്. അങ്ങനെ സപ്പോർട്ടാണ്. ഒപ്പം ഈ കേട്ടിരിക്കുന്ന എല്ലാവർക്കും, ഈ ബുക്ക് വായിച്ച ഒപ്പം കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി 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 നന്ദി. എല്ലാവരുടെയും മാനസികാരോഗ്യം വളരെ പോസിറ്റീവായിട്ട് ഉണ്ടാവട്ടെ. എപ്പോഴും മനസ്സിലൊരു പോസിറ്റീവ് ഫീലിംഗ് കീപ്പ് ചെയ്യുക, സന്തോഷിച്ചിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കണം. ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളത്, മാക്സിമം എൻജോയ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, doctor. Thank you all. On the last note, Good night. yes, good night, ma'am. Thank you very much. Good night. 51ാമത്തെ ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട് ബ്രെയിൻ ആക്സസിന്റെ വളരെയധികം പ്രാധാന്യം ഉണ്ട്. വി ആർ വാട്ട് വി ഈറ്റ് എന്നുള്ളതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അത് നമുക്ക് ചക്രപാണി സാർ കണക്ട് ചെയ്ത് തന്നിട്ടുള്ള ഒരു ബുക്കാണ് 10% ഹ്യൂമൻ എന്നുള്ളത്. തീർച്ചയായിട്ടും അതിലൂടെ കടന്നു പോകുമ്പോൾ വളരെ എന്താ പറയുക ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയണത്. അതൊക്കെ പ്രഭ മാമിൽ നിന്നും ഒരുപാടധികം മെമ്പേഴ്സിൽ നിന്നും കേൾക്കാനായിട്ട് ഞങ്ങൾ കാതോർത്തിരിക്കുകയാണ്. Until then, thank you and bye. Good night. Thank you, doctor. Thank you very much. Thank you. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തോ?